ഹലോ മക്കളെ, വെൽക്കം ടു ടെക്സ്റ്റ് ട്യൂട്ടർ. അപ്പൊ നമ്മള് റെസ്പിറേഷന്റെ കഥയൊക്കെ പറഞ്ഞു അല്ലെ. റെസ്പിറേഷൻ ചെയ്യുന്നത് നമ്മൾ എങ്ങനെയാണ് ഓക്സിജനെ ഉള്ളിലേക്ക് എടുത്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തേക്ക് വിടുന്നതെന്നുള്ള ഒരു മെക്കാനിസവും കാര്യങ്ങളും ഒക്കെ നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എക്സ്ക്രീഷനെ പറ്റിയിട്ടാണ്. എന്താ പഠിക്കുന്നത്? എക്സ്ക്രീഷൻ. എന്താ മക്കളെ എക്സ്ക്രീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ എനർജി ഇസ് പ്രൊഡ്യൂസ്ഡ് ഫ്രം ഗ്ലൂക്കോസ് അല്ലെ. നമുക്ക് വേണ്ട എനർജി ഒക്കെ കിട്ടുന്നത് എവിടെ നിന്നാണ്? ഗ്ലൂക്കോസിൽ നിന്നാണ് അല്ലെ. ബേസിക്കലി നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്നാണ്. ഫുഡിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? നമുക്ക് വേണ്ട എനർജി കിട്ടുന്നുണ്ട് അല്ലെ. ചെറിയ മോളിക്യൂൾസ് ആക്കി മാറ്റിയിട്ട് എന്ത് ചെയ്യും? സെല്ല് അതിനെ യൂട്ടിലൈസ് ചെയ്യാണ് ചെയ്യുന്നത്. സോ energy is produced from glucose. As a result of such metabolic activities, several byproducts are formed in the cells. അപ്പം ഓരോരോ നമ്മുടെ സെല്ലുകളിൽ ഒരുപാട് മെറ്റാബോളിക് പ്രോസസ്സുകൾ ഉണ്ട് അല്ലെ. എന്തായിരുന്നു മെറ്റാബോളിക് പ്രോസസ് അല്ലെങ്കിൽ മെറ്റാബോളിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? അതെ, സം ടോട്ടൽ ഓഫ് ഓൾ കെമിക്കൽ റിയാക്ഷൻസ് ദാറ്റ് ഈസ് ടേക്കിംഗ് പ്ലേസ് ഇൻ അവർ ബോഡി അല്ലെ. നമ്മുടെ ബോഡിയിൽ നടക്കുന്ന, നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന എല്ലാ കെമിക്കൽ റിയാക്ഷൻസിനെയും നമ്മൾ എന്താ വിളിച്ചത്? മെറ്റാബോളിക് റിയാക്ഷൻസ് അല്ലെ, മെറ്റബോളിസം എന്നായിരുന്നു വിളിച്ചത്. അത് രണ്ട് ടൈപ്പ് ഉണ്ടായിരുന്നു, അനാബോളിസവും ഉണ്ടായിരുന്നു, കറ്റാബോളിസവും ഉണ്ടായിരുന്നു. ക്ലിയർ അല്ലേ ഞാൻ പറഞ്ഞത്? സോ ഇങ്ങനത്തെ മെറ്റാബോളിക് പ്രോസസ്സിന്റെ ഭാഗമായിട്ട് ഒരുപാട് ബൈ പ്രോഡക്ട്സ് നമ്മുടെ ബോഡിയിൽ ഫോം ചെയ്യുന്നുണ്ട്. ആൻഡ് if they become harmful to homeostasis, they are turned into waste. അപ്പം ഇങ്ങനത്തെ ബൈ പ്രോഡക്ട്സ് എന്ന് പറയുന്ന സാധനങ്ങൾ നമുക്ക് കുറേയൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? ബൈ പ്രോഡക്ട്സിനെ നമ്മൾ വേറെ രീതിയിലൊക്കെ എന്ത് ചെയ്യും? യൂസ് ചെയ്യുകയും ചെയ്യും. പക്ഷേ അത് വേസ്റ്റ് ആയിട്ട് ബോഡിയിലേക്ക് അക്യുമുലേറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഒരു ഹോമിയോസ്റ്റാസിസ് അല്ലെങ്കിൽ നമുക്കൊരു ഇൽ ഹെൽത്ത് ഉണ്ടാക്കും അല്ലെ, ഡിസീസസ് ഉണ്ടാക്കാനൊക്കെ കാരണം ഉണ്ടാവും. അപ്പം നമ്മുടെ ബോഡിയിൽ അക്യുമുലേറ്റ് ചെയ്യുന്ന വേസ്റ്റിന് എന്ത് ചെയ്യണം? നമ്മൾ ടൈംലി എന്ത് ചെയ്യണം? റിമൂവ് ചെയ്യുകയും ചെയ്യണം. സോ അതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ എനർജി റിലീസ്, എനർജി ഉണ്ടാവാൻ വേണ്ടിയിട്ട് സബ്സ്റ്റൻസസ് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് ഗ്ലൂക്കോസിന്റെ ഒക്കെ യൂട്ടിലൈസേഷൻ നടക്കുന്ന സമയത്ത് ഒരുപാട് ബൈ പ്രോഡക്ട്സ് ഫോം ചെയ്യുന്നുണ്ട്. ആ ബൈ പ്രോഡക്ട്സിനെ നമുക്ക് അത് വേസ്റ്റ് ആയിട്ട് മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിന് എന്ത് ചെയ്യണം? റിമൂവ് ചെയ്തിട്ട് കളയണം. നമ്മുടെ ബോഡിയിൽ അതിനുള്ള ഒരു മെക്കാനിസവും ഉണ്ട്. എങ്ങനെയാണ് നമ്മുടെ ബോഡിയിൽ വിവിധ മെറ്റാബോളിക് പ്രോസസ്സ് അല്ലെങ്കിൽ വിവിധ മെറ്റാബോളിക് റിയാക്ഷൻസ് നടന്നിട്ട് വേസ്റ്റ് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ എങ്ങനെയാണ് റിമൂവ് ചെയ്യുന്നതെന്നൊക്കെയാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആൻഡ് ദ പ്രോസസ് ഓഫ് റിമൂവൽ ഓഫ് such waste material from the body is called excretion. അപ്പൊ ഞാൻ പറഞ്ഞു എക്സ്ക്രീഷൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ എന്താ എക്സ്ക്രീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the process of removal of such waste products from our body. നമ്മുടെ ബോഡിയിൽ നിന്ന് വേസ്റ്റ് പ്രോഡക്ട്സിനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് എക്സ്ക്രീഷൻ എന്ന് പറയുന്നത്. what are the major excretory substances in the body? നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്ന മേജർ ആയിട്ടുള്ള എക്സ്ക്രീറ്ററി സബ്സ്റ്റൻസ് കുറേയൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടാവും അല്ലെ. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ ബോഡിയിൽ നിന്നും എക്സ്ക്രീറ്റ് ചെയ്തു പോകുന്ന, വേസ്റ്റ് ആയിട്ട് പോകുന്ന സബ്സ്റ്റൻസസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ടാവും? നിങ്ങൾക്ക് ആലോചിച്ചിട്ട് എടുക്കാൻ പറ്റുന്നുണ്ടാവും അല്ലെ. സോ നമ്മൾ നോക്കാൻ പോകുന്നത് എക്സ്ക്രീഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നമ്മുടെ ബോഡിയിൽ നടക്കുന്നുണ്ട്. ഉണ്ടാവുന്ന വേസ്റ്റ് പ്രോഡക്ട്സിനൊക്കെ റിമൂവ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് എക്സ്ക്രീഷൻ എന്ന് പറയുന്നത്. ആൻഡ് എക്സ്ക്രീഷന്റെ ഭാഗമായിട്ട് ഒരുപാട് എക്സ്ക്രീറ്ററി പ്രോഡക്ട്സ് അല്ലെ, ഒരുപാട് എക്സ്ക്രീറ്ററി പ്രോഡക്ട്സ് ഉണ്ടായിട്ട് അത് എന്ത് ചെയ്യുന്നുണ്ട്? റിമൂവ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പൊ ആ വിധ കാര്യങ്ങളും അതിനു വേണ്ടിയിട്ട് നമ്മുടെ ബോഡിയിലുള്ള സ്ട്രക്ചേഴ്സ് ഒക്കെയാണ് നമ്മൾ നെക്സ്റ്റ് ഇനി കാണാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, so carbon dioxide is formed as a result of cellular respiration and is eliminated in time from the body. അപ്പം നമ്മുടെ ബോഡിയിൽ സെല്ലുലാർ റെസ്പിറേഷൻ, ഓരോ സെല്ലിലും എന്ത് നടക്കുന്നുണ്ട്? റെസ്പിറേഷൻ നടക്കുന്നുണ്ട് അല്ലെ. അപ്പം എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ ഓക്സിജനെ യൂട്ടിലൈസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? കാർബൺ ഡൈ ഓക്സൈഡിനെ റിലീസ് ചെയ്യുന്നുണ്ട് അല്ലെ. ആൻഡ് അങ്ങനെ ഗ്ലൂക്കോസിനെ നമ്മൾ ഓക്സിജൻ ഉപയോഗിച്ചിട്ട് യൂട്ടിലൈസ് ചെയ്യുന്ന സമയത്ത് എന്ത് ഫോം ചെയ്യുന്നുണ്ട്? സെല്ലിനകത്ത് വിവിധ സെല്ലുലാർ റെസ്പിറേഷന്റെ ഭാഗമായിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്യുന്നുണ്ട്. ആൻഡ് ആ കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? റെസ്പിറേഷൻ വഴി അല്ലെങ്കിൽ എക്സെയിൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കാർബൺ ഡൈ ഓക്സൈഡ് എന്ത് ചെയ്യുകയും ചെയ്യുന്നുണ്ട്? റിമൂവ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഏത് വഴിയാണ്? നമുക്കൊരു സർക്കുലേറ്ററി സിസ്റ്റം ഉണ്ട് അല്ലെ. അപ്പം ആ സർക്കുലേറ്ററി സിസ്റ്റത്തിൽ എന്ത് ചെയ്യും? സെല്ലിനകത്തുള്ള വേസ്റ്റ് മെറ്റീരിയലും അല്ലെങ്കിൽ മെയിൻ ആയിട്ട് ഉണ്ടാവുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? സെല്ലിലേക്ക്
സെല്ലിൽ നിന്നും ടിഷ്യൂ ഫ്ലൂയിഡ് വഴി എന്ത് ചെയ്യുന്നുണ്ട്, സർക്കുലേഷനിൽ എൻ്റർ ചെയ്തിട്ട് അങ്ങനെ നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. അല്ലെ കാർബമിനോ ഹീമോഗ്ലോബിൻ അല്ലെ ഹീമോഗ്ലോബിനുമായിട്ട് കൂടിച്ചേർന്ന് കാർബമിനോ ഹീമോഗ്ലോബിൻ ആയിട്ട് മാറും, കുറച്ച് പ്ലാസ്മയിൽ ഡിസോസിയേറ്റ് ആയിട്ട് പോകും എന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ. എന്നിട്ട് ആൽവിയോലൈൻ്റെ അടുത്തെത്തുന്ന സമയത്ത് ഗ്യാഷ്യസ് എക്സ്ചേഞ്ച് നടന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തേക്ക് കളയും. സോ ഇങ്ങനെയാണ് നമ്മുടെ ടൈംലി റിമൂവൽ നമുക്ക് നമ്മുടെ ബോഡിയിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ നടക്കുന്നുണ്ട്. ആൻഡ് ഹൗഎവർ കാർബൺ ഡൈ ഓക്സൈഡ് ഇസ് യൂട്ടിലൈസ്ഡ് ഇൻ വേരിയസ് ലൈഫ് പ്രോസസ്സസ്. അപ്പം നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ റിമൂവ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിലും നമ്മുടെ ചില ലൈഫ് പ്രോസസ്സസ്, നമ്മുടെ ബോഡിയിൽ നടക്കുന്ന ചില മെക്കാനിസത്തിന് എന്താവശ്യമുണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് വളരെയധികം ആവശ്യമുണ്ട്. സോ ദ പ്രോസസ് വിച്ച് കൺവേർട്സ് ദി ടോക്സിക് സബ്സ്റ്റൻസ് അമോണിയ formed as a result of the metabolism of protein into less toxic urea is an important one among this. അപ്പം കാർബൺ ഡൈ ഓക്സൈഡ് യൂട്ടിലൈസ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ ബോഡിയിൽ പ്രോട്ടീൻ മെറ്റബോളിസം അല്ലെ. അപ്പം നമ്മുടെ ദ പ്രോസസ് വിച്ച് കൺവേർട്സ് ദി ടോക്സിക് സബ്സ്റ്റൻസ് അമോണിയ ഫോംഡ് ആസ് എ റിസൾട്ട് ഓഫ് ദി മെറ്റബോളിസം ഓഫ് പ്രോട്ടീൻ. അപ്പം നമ്മൾ കഴിക്കുന്ന പ്രോട്ടീൻ ഇല്ലേടാ, നമ്മുടെ ബോഡിയിലുള്ള പ്രോട്ടീൻ ഇല്ലേടാ, ഈ നമ്മുടെ ബോഡിയിലുള്ള പ്രോട്ടീനിന്റെ മെറ്റബോളിസം നടക്കുന്ന സമയത്ത്, മെറ്റബോളിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോട്ടീന്റെ എന്താ അനബോളിക് ആൻഡ് കാറ്റബോളിക്, ഇവിടെ നടക്കുന്നത് കാറ്റബോളിക് റിയാക്ഷൻ ആയിരിക്കും അല്ലെ. അപ്പം ആ ഒരു പ്രോട്ടീന്റെ മെറ്റബോളിസം നടക്കുന്ന സമയത്ത് എന്ത് ഫോം ചെയ്യുന്നുണ്ട്, അമോണിയ എന്ന് പറയുന്ന ഒരു സബ്സ്റ്റൻസ് ഫോം ചെയ്യുന്നുണ്ട്. എന്താ ഫോം ചെയ്യുന്നത്, അമോണിയ എന്ന് പറയുന്നത് കുറച്ച് ടോക്സിക് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ്. ഓക്കെ, കുറച്ച് ടോക്സിക് ആയിട്ടുള്ള ടോക്സിസിറ്റി ഉള്ള ഒരു കുറച്ച് വിഷമയമായിട്ടുള്ള സബ്സ്റ്റൻസ് ആണ് എന്ത്, അമോണിയ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ ബോഡീൻ്റെ ഉള്ളിൽ ഒരു വിഷം പോലെയുള്ള ഒരു സാധനം ഫോം ചെയ്യാണ്. ആൻഡ് നമുക്കത് വെച്ചോണ്ടിരിക്കാൻ വേണ്ടി പറ്റുമോ, ആ അമോണിയ തന്നെ ആക്കിയിട്ട് നമുക്ക് നമ്മുടെ ബോഡിയിൽ സൂക്ഷിച്ചു വെക്കാൻ വേണ്ടി പറ്റുമോ, പറ്റില്ല അല്ലെ. അപ്പൊ നമുക്കത് ടോക്സിക് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമ്മുടെ ബോഡിയിൽ നിന്ന് നമ്മൾ എങ്ങനെയെങ്കിലും അത് റിമൂവ് ചെയ്ത് എക്സ്ക്രീറ്റ് ചെയ്ത് കളയണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മുടെ ബോഡി എന്താ ചെയ്യുന്നത്, അമോണിയ ഫോം ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പ്രോട്ടീൻ മെറ്റബോളിസത്തിന്റെ ഭാഗമായിട്ട് അമോണിയ ഫോം ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഹെൽപ്പോട് കൂടി അമോണിയനെ എന്താക്കി മാറ്റും മക്കളെ, യൂറിയ ആക്കിയിട്ട് മാറ്റും. എന്താക്കിയിട്ട് മാറ്റും, അമോണിയ എന്താക്കിയിട്ട് മാറ്റും, യൂറിയ ആക്കിയിട്ട് മാറ്റും. അമോണിയ എന്ന് പറയുന്നത് ഒരു ടോക്സിക് സബ്സ്റ്റൻസ് ആണ്, പക്ഷെ യൂറിയ എന്ന് പറയുന്നത് അമോണിയന്റെ അത്ര ഒരു ടോക്സിസിറ്റി ഇല്ല കേട്ടോ, ഒരു എക്സ്ക്രീറ്ററി വേസ്റ്റ് ആയിട്ട് അത് പോയിക്കോളും. അപ്പം അമോണിയ എന്ന് പറയുന്ന ഒരു ടോക്സിക് ആയിട്ടുള്ള സാധനത്തിന് എന്താക്കിയിട്ട് മാറ്റും, യൂറിയ എന്ന് പറയുന്ന ലെസ് ടോക്സിക് ആയിട്ട് മാറ്റും. സോ ഇസ് എൻ ഇമ്പോർട്ടൻറ്റ് വൺ അമംഗ് ദിസ്. ഹൗ ഡസ് ദിസ് പ്രോസസ് occur? അപ്പൊ നമ്മൾ നെക്സ്റ്റ് കാണാൻ പോകുന്നത് എങ്ങനെയാണ് ഈ പ്രോട്ടീൻ മെറ്റബോളിസത്തിന്റെ ഭാഗമായിട്ട് ഫോം ചെയ്യുന്ന അമോണിയയെ നമ്മൾ യൂറിയ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യുന്നതെന്നാണ് നെക്സ്റ്റ് നോക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, സോ ഇവിടെയാണ് നമ്മൾ യൂറിയ സിന്തസിസ് അല്ലെ, അമോണിയയിൽ നിന്നും യൂറിയ ഉണ്ടാക്കുന്നതിനാണ് യൂറിയ സിന്തസിസ്. സിന്തസിസ് അല്ലെങ്കിൽ സിന്തസൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേർഡ് മീനിങ് എന്താ, ഉണ്ടാക്കുന്ന അല്ലെ, സംതിങ് ഫോർമേഷൻ എന്നാണ് അതിന്റെ മീനിങ് അല്ലെ. അപ്പം യൂറിയ ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സാണ് ഇവിടെ ഡയഗ്രാം ആയിട്ട് കൊടുത്തിട്ടുള്ളത്. സോ ദാറ്റ് ഈസ് യൂറിയ സിന്തസിസ്. എന്താ നടക്കുന്നത്, നമുക്ക് സെല്ലുണ്ട് അല്ലെ, നമ്മുടെ സെല്ലിൽ എന്ത് നടക്കുന്നുണ്ട്, പ്രോട്ടീൻ മെറ്റബോളിസം നടക്കുന്ന സമയത്ത് എന്ത് ഫോം ചെയ്യുന്നു പറഞ്ഞു, അമോണിയ ഫോം ചെയ്യുന്നു പറഞ്ഞു അല്ലെ. അപ്പൊ പ്രോട്ടീൻ മെറ്റബോളിസം കഴിഞ്ഞിട്ട് അമോണിയ ഫോം ചെയ്യുന്നു പറഞ്ഞു. ഈ അമോണിയ എന്ത് ചെയ്യും, കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറുമായിട്ട് എന്ത് ചെയ്യും, കാർബൺ ഡൈ ഓക്സൈഡും ഉണ്ട് വാട്ടറും ഉണ്ട്. അപ്പം അമോണിയ ഫോം ചെയ്തു, അമോണിയ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറുമായിട്ട് ക്ലബ് ചെയ്യും. അപ്പം അമോണിയയും ഉണ്ട്, കാർബൺ ഡൈ ഓക്സൈഡും ഉണ്ട്, വാട്ടറും ഉണ്ട്. ഇത് മൂന്നും കൂടെ എവിടെ, കുറച്ച് എൻസൈംസിന്റെ ഹെൽപ്പോട് കൂടി എന്ത് ചെയ്യും, ഇത് എവിടേക്ക് എത്തുന്നത്, ഈ അമോണിയ ലിവറിൽ പോയിട്ട്, ഇത് ലിവർ ആണേ മക്കളെ, ഇങ്ങനെ ഒരു ട്രയാങ്കുലർ ആയിട്ടുള്ള ഒരു ഷേപ്പിൽ കാണുന്ന നമ്മുടെ അബ്ഡോമിനൽ റീജിയനിൽ ഒരു റൈറ്റ് സൈഡില്, അപ്പർ റൈറ്റ് സൈഡില് തൊറാസിക് കേജിന്റെ ഒക്കെ താഴെയായിട്ട് അല്ലെ, അങ്ങനെ കാണുന്ന ഒരു സ്ട്രക്ചർ ആണ് എന്ത്, നമ്മുടെ ലിവർ എന്ന് പറയുന്നത് കേട്ടോ, നമ്മളെ ലിവർ. അപ്പം ഈ ലിവറിലാണ് ഈ അമോണിയയും കാർബൺ ഡൈ ഓക്സൈഡ് അല്ലെ, കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു വേസ്റ്റ് ആണ് അല്ലെ. ആ വേസ്റ്റ് ആയിട്ടുള്ള സാധനം നമ്മൾ യൂട്ടിലൈസ് ചെയ്യാണ്, ആൻഡ് വാട്ടറും യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ഫോം ചെയ്യാണ്, യൂറിയ ഫോം ചെയ്യാണ് അല്ലെ, യൂറിയ
ഫോം ചെയ്യുന്നു. അപ്പം ലിവറിൽ വെച്ചിട്ട് അമോണിയയും കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും കൂടെ ചേർന്നിട്ട് യൂറിയ ഫോം ചെയ്യുന്നു. ആൻഡ് ദെൻ ആ യൂറിയനെ എന്ത് ചെയ്യുന്നു, ബ്ലഡിൽ നിന്നും എന്ത് ചെയ്യും, റീനൽ ആർട്ടറി വഴി കിഡ്നിയിലേക്ക് പോയിട്ട് നമുക്ക് പഠിക്കാം കേട്ടോ. കിഡ്നിയിൽ നിന്നും എന്ത് ചെയ്യും, അത് യൂറിനിലൂടെ എന്ത് ചെയ്യും, ആ യൂറിയ നമ്മൾ പുറത്തേക്ക് കളയും. അപ്പൊ നമുക്ക് കിഡ്നിയിൽ നിന്നും ഫിൽട്രേഷൻ ഒക്കെ നടക്കും. നമുക്ക് ഫിൽട്രേഷൻ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പൊ നമ്മൾ കിഡ്നിയിൽ പോയിട്ട് ഈ ബ്ലഡിന്റെ ഫിൽട്രേഷൻ നടന്നിട്ട് ഫിൽട്ടർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അരിച്ചെടുക്കുക അല്ലെ. നമുക്ക് വേണ്ടാത്ത സാധനങ്ങളൊക്കെ എന്ത് ചെയ്യും, അരിച്ചിട്ട് ഈ യൂറിൻ വഴി എന്ത് ചെയ്യും, പുറത്തേക്ക് നമ്മൾ കളയും. സോ ഇങ്ങനെയാണ് എന്ത് നടക്കുന്നത്, മെറ്റബോളിസം ഓഫ് പ്രോട്ടീൻ നടന്നിട്ട് അതിൽ നിന്നും ഉണ്ടാവുന്ന അമോണിയ യൂറിയ ആയിട്ട്, ദാറ്റ് ഈസ് എ ഫ്ലോ ചാർട്ട് ഇൻഡിക്കേറ്റിംഗ് യൂറിയ സിന്തസിസ് അല്ലെ. യൂറിയ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് ആൻഡ് ഉണ്ടായിരിക്കുന്ന യൂറിയ എങ്ങനെയാണ് നമ്മൾ പുറത്തേക്ക് എക്സ്ക്രീറ്റ് ചെയ്യുന്നത്. എങ്ങനെയാണ് എക്സ്ക്രീറ്റ് ചെയ്യുന്നത്, യൂറിൻ വഴിയാണ് അല്ലെ. ഓക്കെ. അപ്പം കിഡ്നിയിൽ ഫിൽട്രേഷൻ നടന്നിട്ട് യൂറിൻ വഴി നമ്മൾ ഫോം ചെയ്യുന്ന യൂറിയനെ എന്ത് ചെയ്യും, പുറത്തേക്ക് കളയും. സോ ഇതാണ് യൂറിയ സിന്തസിസ്. നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് എന്താണ് മക്കളെ, കാർബൺ ഡൈ ഓക്സൈഡ് അല്ലെ. കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ അമോണിയനെ, കുറച്ച് മോർ ടോക്സിക് ആയിട്ടുള്ള അമോണിയനെ നമ്മൾ ലെസ് ടോക്സിക് ആയിട്ടുള്ള യൂറിയ ആക്കി മാറ്റുന്നത്. ഇങ്ങനെയാണ് ലിവറിൽ വെച്ചിട്ടാണ് ആ ഒരു ആക്ടിവിറ്റി നടക്കുന്നത്. ക്ലിയർ അല്ലേ മക്കളെ നിങ്ങൾക്ക്? യെസ്. അപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞു. ഓക്കെ, നിങ്ങൾ ഈ പിക്ചറിൽ ഞാൻ ആദ്യം പറഞ്ഞു അല്ലെ, എന്താണ്, ഇവിടുന്ന് ലിവറിൽ നിന്നും ബ്ലഡ് വഴി ഈ എത്തുന്ന സ്ട്രക്ചർ എന്താന്നാ ഞാൻ പറഞ്ഞത്, ഒരു പയറ് പോലെയൊക്കെ കാണാനുണ്ട് അല്ലെ, ഒരു ബീൻ ഷേപ്ഡ് ആയിട്ട് കാണുന്നുണ്ട് അല്ലെ. ഇങ്ങനെ തന്നെ ഒരെണ്ണം കൂടെ ഉണ്ടാവും കേട്ടോ. ഇപ്പുറത്ത് പെയേർഡ് ആയിട്ടുള്ള സ്ട്രക്ചർ ആണ് എന്ത്, കിഡ്നി എന്ന് പറയുന്നത് എന്താണ്, പെയേർഡ് ആയിട്ടുള്ള സ്ട്രക്ചർ ആണ്. അപ്പം ഇതാണ് കിഡ്നി. ഈ കിഡ്നി വഴിയാണ് നമുക്ക് എന്തുണ്ടാവുന്നത്, കിഡ്നിയിൽ കൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മളെ ബ്ലഡിൽ നിന്നും യൂറിൻ ആക്കിയിട്ട് വേണ്ടാത്ത കണ്ടന്റ്സിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത്, പുറത്തേക്ക് കളയുന്നത് കിഡ്നിയിൽ നടക്കുന്ന ഫിൽട്രേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് വഴിയാണ്. അപ്പൊ ഇതാണ് കിഡ്നി, ഇത് ലിവർ ആണ്. ലിവർ ഒരെണ്ണം മാത്രമേ ഉണ്ടാവുള്ളൂ നമ്മുടെ ബോഡിയിൽ. കിഡ്നി എന്ന് പറയുന്നത് പെയേർഡ് സ്ട്രക്ചർ ആണ്. രണ്ട് സൈഡിലായിട്ട് നമ്മുടെ ബാക്കിൽ കുറച്ച് നമ്മുടെ ഒരു വേർട്ടിബ്രയുടെ ഒരു ഒരു റീജിയനിൽ എന്താണ്, നമ്മളെ ബാക്കിൽ നിന്നാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, കിഡ്നി. ഫ്രണ്ടിലാവുമ്പം ലിവറും എന്തും ഉണ്ടാവുക, സ്പ്ലീനും ആണ് ഉണ്ടാവുക. ബാക്കിലാണ് നമുക്ക് കിഡ്നി നോക്കിയാൽ കാണാൻ പറ്റുക. ഓക്കെ. സോ kidneys play a major role in the excretion of urine which contain waste material including urea. അല്ലേ, നമ്മൾ പറഞ്ഞു കിഡ്നീസിലാണ് എന്ത് ചെയ്യുന്നത്, വേസ്റ്റ് മെറ്റീരിയൽ കളയുന്നത്, യൂറിനിൽ വഴി കളയുന്നുണ്ട്, ഇൻക്ലൂഡിങ് യൂറിയ. യൂറിയ എങ്ങനെയാ ഫോം ചെയ്തത്, അമോണിയന്റെ കൂടെ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും റിയാക്ട് ചെയ്തിട്ടാണ് യൂറിയ ഉണ്ടായിട്ടുള്ളത് അല്ലെ. സോ കിഡ്നിയാണ് എന്ത് ചെയ്യുന്നത്, ഇതിന്റെ എലിമിനേഷനിൽ മേജർ ആയിട്ടുള്ള ഒരു റോള് ഉള്ളത്. ആൻഡ് which are the excretory organs in our body. അപ്പം നമ്മുടെ ബോഡിയിൽ നിങ്ങൾക്ക് അറിയുന്ന എക്സ്ക്രീറ്ററി ഓർഗൻസ് എന്തൊക്കെയാണ്, നമ്മുടെ ബോഡിയിൽ എക്സ്ക്രീഷൻ നടക്കുന്ന ഓർഗൻസ്, ലൈക്ക് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന വേസ്റ്റസ് എക്സ്ക്രീഷൻ ആയിട്ട് പോകുന്ന ഓർഗൻസ് ഏതൊക്കെയാണ് നിങ്ങൾക്ക് അറിയുന്നത്? നോക്കൂ, നമ്മൾ കിഡ്നി പറഞ്ഞു അല്ലെ. കിഡ്നി എന്ന് പറയുന്നത് which excretes water and salts through യൂറിൻ. അപ്പം കിഡ്നിയിൽ നമുക്ക് വേണ്ടാത്ത എക്സസ് ആയിട്ടുള്ള വാട്ടറിനെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, റിമൂവ് ചെയ്ത് കളയുന്നുണ്ട്. ആൻഡ് ഓൾസോ സാൾട്ടുകളും അല്ലെ. അപ്പം കുറച്ച് സാൾട്ടുകൾ ഉണ്ടാവും, കുറച്ച് ലവണങ്ങൾ ഉണ്ടാവും, ആൻഡ് വാട്ടർ ഉണ്ടാവും. ഇതാണ് മെയിൻ ആയിട്ട് നമ്മൾ കിഡ്നി വഴി, കിഡ്നിയിൽ എന്ത് നടക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു, ഫിൽട്രേഷൻ നടക്കുന്നുണ്ട് അല്ലെ. ഫിൽട്രേഷൻ നടക്കുന്നുണ്ട്. ഫിൽട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഒരു അരിക്കൽ പ്രക്രിയ അല്ലെ. എന്താന്ന് നമ്മൾ ഫിൽട്ടർ ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ഫിൽട്ടർ വാട്ടർ എന്നൊക്കെ പറഞ്ഞാൽ എന്താ, അരിച്ചെടുക്കുക അല്ലെ. അതുപോലെ നമ്മുടെ കിഡ്നിയിലും എന്ത് നടക്കുന്നുണ്ട്, ഫിൽട്രേഷൻ നടക്കുന്നുണ്ട്. സോ ഫിൽട്രേഷൻ വഴി കിഡ്നിയിൽ നിന്നും വാട്ടറും സോൾട്ടുകളൊക്കെ യൂറിൻ വഴി എന്ത് ചെയ്യുന്നുണ്ട്, പുറത്തേക്ക് കളയുന്നുണ്ട്. അപ്പം ഫസ്റ്റത്തെ എക്സ്ക്രീറ്ററി ഓർഗൻ ആയിട്ട് നമുക്ക് കിഡ്നി പഠിക്കാം അല്ലെ. അപ്പം ഫസ്റ്റ് വൺ എന്താ, കിഡ്നി. രണ്ടാമത്തത് ഞാൻ പറഞ്ഞു ലിവർ. ലിവറിൽ നടക്കുന്നത് സിന്തസൈസിസ് യൂറിയ സിന്തസിസ് ആണ് ലിവറിൽ വെച്ച് നടക്കുന്നത്. അപ്പം കിഡ്നിയിൽ എക്സ്ക്രീറ്റ്സ് വാട്ടർ ആൻഡ് സോൾട്ട്സ് ത്രൂ യൂറിൻ. ലിവറിലാണെങ്കിൽ വിത്ത് സിന്തസൈസസ് യൂറിയ സിന്തസിസ് നടക്കുന്നുണ്ട്. ആൻഡ് മൂന്നാമത്തതെന്ന് പറയുന്നത് സ്കിന്നാണ് അല്ലെ. സ്കിന്നിൽ എന്താ നടക്കുന്നത്, പെർസ്പിറേഷൻ നടക്കുന്നുണ്ട്, എക്സ്ക്രീഷൻ ഓഫ് സോൾട്ട് ആൻഡ് വാട്ടറും നടക്കുന്നുണ്ട്. അപ്പൊ സ്കിന്നില് പെർസ്പിറേഷൻ നടക്കുന്നുണ്ട്, എക്സ്ക്രീഷൻ ഓഫ്
സോൾട്ട് ആൻഡ് വാട്ടറും നടക്കുന്നത് നിങ്ങൾക്ക് അറിയാം അല്ലെ. വേർത്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, വേർപ്പിൽ എന്തുണ്ട്, വേർപ്പിനൊരു ഉപ്പ് രസമായിരിക്കും അല്ലെ. സോൾട്ടുകൾ ഉള്ളത് കൊണ്ടാണ് വേർപ്പിനൊരു സോൾട്ടി ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. വേർപ്പ് വഴി എന്ത് ചെയ്യുന്നുണ്ട്, വാട്ടർ പോകുന്നുണ്ട്. അപ്പം വാട്ടർ പോകുന്നത് മെയിനായിട്ട് എന്തിൽ കൂടെ, യൂറിൻ വഴിയും വാട്ടർ പോകുന്നുണ്ട്, സോൾട്ടുകളും പോകുന്നുണ്ട്. ആൻഡ് ഓൾസോ സ്കിന്നില് സ്വെറ്റിംഗ് വഴി അല്ലെ, സ്വെറ്റിംഗ് അല്ലെ, സ്വെറ്റിംഗ് വഴി എന്ത് സംഭവിക്കുന്നുണ്ട്, എക്സ്ക്രീഷൻ ഓഫ് സോൾട്ട് ആൻഡ് വാട്ടറും നടക്കുന്നുണ്ട്. ഇനി ഫോർത്ത് വൺ എന്ന് പറയുന്നത് ലങ്സ് ആണ്. ഫോർത്ത് വൺ എന്ന് പറയുന്നത് ലങ്സ് ആണ്. ദാറ്റ് ഈസ് എലിമിനേഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. നിങ്ങൾക്ക് അറിയാം അല്ലെ, നമ്മൾ ഓൾറെഡി പഠിച്ച സാധനമാണ്. ലങ്സിൽ എന്ത് നടക്കുന്നുണ്ട്, എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് നടക്കുന്നുണ്ട്. ലങ്സ് വഴിയാണ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് നടക്കുന്നത്. നമ്മൾ ഓക്സിജനെ ഉള്ളിലേക്ക് എടുത്തിട്ട് നമ്മുടെ സെല്ലിൽ ഉണ്ടാവുന്ന വേസ്റ്റ് മെറ്റീരിയൽ ആയിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട് അല്ലെ, ആ കാർബൺ ഡൈ ഓക്സൈഡിനെ നമ്മൾ എന്ത് വഴിയാണ് റിമൂവ് ചെയ്യുന്നത്, ലങ്സ് വഴിയാണ് റിമൂവ് ചെയ്യുന്നത്. അപ്പം കിഡ്നി ഉണ്ട്, ലിവർ ഉണ്ട്, സ്കിൻ ഉണ്ട്, ലങ്സ് ഉണ്ട്. ആൻഡ് കിഡ്നിയും അതിൻ്റെ റിലേറ്റഡ് പാർട്സുമാണ് നമുക്ക് ഇനി പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു കിഡ്നി എന്ന് പറയുന്നത് എവിടെ കാണുന്നതാണ്, അല്ലെ എങ്ങനത്തെ സ്ട്രക്ചറാണ്, 2 കിഡ്നികളുണ്ട് അല്ലെ. അതൊക്കെ നിങ്ങൾക്ക് ബേസിക് ആയിട്ട് അറിയുന്നതായിരിക്കും അല്ലെ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. രണ്ട് കിഡ്നിയുള്ള ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, ചിലപ്പം ഒരാൾക്ക് എന്തുണ്ടാവും, കിഡ്നിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ 2 കിഡ്നി ഉള്ളത് കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, ഒരു കിഡ്നി ദാനം ചെയ്യാനൊക്കെ പറ്റും എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. സോ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇനി കിഡ്നി എങ്ങനെയാണ്, അല്ലെങ്കിൽ കിഡ്നിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വേറെ സ്ട്രക്ചേഴ്സ് ഏതൊക്കെയാണ്. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവും ചിലപ്പോൾ പഠിക്കാൻ വേണ്ടി. നമ്മുടെ ബോഡീൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളല്ലേ, നമ്മുടെ ബോഡിയിൽ എങ്ങനെയാണ് ഈ കിഡ്നി ആണെങ്കിലും ലിവർ ആണെങ്കിലും ലങ്സ് ആണെങ്കിലും ഹാർട്ട് ആണെങ്കിലും ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളതെന്ന് പഠിക്കുക എന്ന് പറയുന്നത്, നമുക്ക് നമ്മുടെ ബോഡീനെ പറ്റി പഠിക്കുക എന്ന് പറയുന്നത് ഒരു ഇൻട്രസ്റ്റ് ഉള്ള കാര്യം തന്നെയാണ് അല്ലേ. ഇപ്പം നിങ്ങൾ മാത്സ് പഠിക്കുന്നു, അല്ലെങ്കിൽ ആഡ് ചെയ്യാൻ പഠിക്കുന്നു, മൾട്ടിപ്ലിക്കേഷൻ പഠിക്കുന്നു, അല്ലെങ്കിൽ കെമിസ്ട്രിയിൽ കുറച്ച് കെമിക്കൽസ് ഒക്കെ പഠിക്കുന്നു. പക്ഷെ ഇപ്പം നമ്മൾ എന്താ പഠിക്കുന്നത്, നമ്മുടെ ശരീരത്തിനെ പറ്റിയിട്ടാണല്ലേ പഠിക്കുന്നത്, നമ്മുടെ ബോഡിയിൽ എന്തൊക്കെയാണുള്ളതെന്നാണ് നമ്മൾ പഠിക്കുന്നത്. സോ അത് കുറച്ചും കൂടി എന്തായിരിക്കും, നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും അല്ലേ. ഓക്കെ, സോ കിഡ്നി ആൻഡ് റിലേറ്റഡ് പാർട്സ്, കിഡ്നിയും അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പാർട്സും. ആൻഡ് ഹ്യൂമൻ ബീയിങ്സ് ഹാവ് എ പെയർ ഓഫ് കിഡ്നീസ് അല്ലേ. ഞാൻ പറഞ്ഞു നമുക്ക് ഒരു പെയർ ഓഫ് കിഡ്നീസ്, അല്ലെങ്കിൽ നമുക്ക് 2 കിഡ്നീസ് ഉണ്ട് അല്ലെ, റൈറ്റിലും ഉണ്ട് ലെഫ്റ്റിലും ഉണ്ട്. ആൻഡ് ദേ ആർ ബീൻ ഷേപ്ഡ്, ഓൾറെഡി നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ. കിഡ്നിന്റെ ഷേപ്പ് കണ്ടില്ലേ മക്കളെ, ഒരു ബീൻ പോലെ അല്ലെ, പയറുമണി പോലെ ഒരു ആകൃതിയിലുള്ള ഒരു ഷേപ്പാണ്. 2 കിഡ്നികളുണ്ട്. കിഡ്നി ഏത് ഷേപ്പാ മറക്കരുത് നിങ്ങൾ, കിഡ്നി എന്ന് പറയുന്നത് ബീൻ ഷേപ്ഡ് ആണ്. അല്ലെങ്കിൽ നമ്മൾ ചില സാധനങ്ങളൊക്കെ നമ്മൾ കിഡ്നി ഷേപ്ഡ് ആന്ന് പറയില്ലേ, അത് ഏത് ഷേപ്പാണ്, ബീനിന്റെ ഷേപ്പാണ് കേട്ടോ. സോ ദേ ആർ ബീൻ ഷേപ്ഡ് and are located in the abdominal cavity on either sides of the vertebral column. അപ്പം നമുക്ക് വെർട്ടിബ്രൽ കോളം നിങ്ങൾക്ക് അറിയോ മക്കളെ, നമുക്ക് ബാക്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ കുറച്ച് എല്ലുകൾ ഇങ്ങനെ താഴേക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും അല്ലെ. സോ ആ ഒരു വെർട്ടിബ്രൽ കോളത്തിന്റെ, നമ്മുടെ വെർട്ടിബ്രൽ കോളത്തിന്റെ 2 സൈഡിലായിട്ടാണ് എന്ത് കാണുന്നത്, ഓരോ കിഡ്നിയും കാണുന്നത്. റൈറ്റിലും ഒരെണ്ണമുണ്ട്, ലെഫ്റ്റിലും ഒരെണ്ണമുണ്ട്. സോ വെർട്ടിബ്രൽ കോളത്തിന്റെ 2 സൈഡിലുമായിട്ടാണ് എന്ത് കാണുന്നത്, നമുക്ക് കിഡ്നിയെ കാണാൻ വേണ്ടിയിട്ട് പറ്റുക. സോ they are bean shaped and are located in the abdominal cavity on either sides of the vertebral column. Abdominal cavityയിലാണ് കിഡ്നി ഉള്ളത് അല്ലേ. നമ്മൾ ലങ്സ് ഒക്കെ പഠിച്ചു, അല്ലെങ്കിൽ ഹാർട്ടൊക്കെ പഠിച്ചു. ഹാർട്ടൊക്കെ എവിടെയായിരിക്കുന്നത്, നമ്മുടെ തൊറാസിക് ക്യാവിറ്റിയിലാണ് അല്ലെ, നെഞ്ചിന്റെ ഭാഗത്താണ് അല്ലെ, തൊറാസിക് റീജിയനിലാണ്. പക്ഷെ കിഡ്നി എവിടെയാണുള്ളത്, അബ്ഡോമിനൽ റീജിയനിലാണ്, ഓൺ either sides of the vertebral column. വെർട്ടിബ്രൽ കോളത്തിന്റെ 2 സൈഡിലുമായിട്ടാണ് എന്ത് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് മക്കളെ, കിഡ്നി ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. കിഡ്നീസ് കണ്ടെയ്ൻ അൾട്രാ ഫിൽറ്റേഴ്സ് which filter waste from the blood. So they are known as nephrons. Nephrons എന്നാണ് പറയുന്നത്. So important അത്രയേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ട്രക്ചർ ആണ് നെഫ്രോണിന്റെ സ്ട്രക്ചർ. അപ്പം എന്താണ് നെഫ്രോൺസ്? നെഫ്രോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിഡ്നിയിലുള്ള അൾട്രാ ഫിൽറ്റേഴ്സ്, അത്രയേറെ എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അത്രയും സൂക്ഷ്മമായിട്ട് എന്ത് ചെയ്യുന്നത്, ഫിൽട്ടർ ചെയ്തെടുക്കുക അല്ലെ. നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ അൾട്ടിമേറ്റ് എയിം എന്താ മക്കളെ, നമ്മുടെ ബോഡിയിലുള്ള വേസ്റ്റ് അല്ലെ, നമ്മുടെ ബ്ലഡിൽ എന്തുണ്ട്, വേസ്റ്റസ് ഒക്കെ ഉണ്ട്. ആ വേസ്റ്റിന് എന്ത് ചെയ്യണം, ഫിൽട്ടർ ചെയ്ത് അരിച്ച് നമുക്ക് എന്ത് ചെയ്യണം, പുറത്തേക്ക് കളയണം.
ഓക്കെ, അതാണ് നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത്. നമുക്ക് നമ്മുടെ ബോഡിയിലുള്ള വേസ്റ്റിനൊക്കെ എന്ത് ചെയ്യണം, അരിച്ചരിച്ചരിച്ച് പുറത്തേക്ക് കളയണം. അതാണ് അൾട്രാ ഫിൽട്രേഷൻ ആണ് അവിടെ നടക്കുന്നത് അല്ലെ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ ഈ വേസ്റ്റ് ഇങ്ങനെ അരിക്കുന്ന സമയത്ത് നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ പോയി കഴിഞ്ഞാലോ, നമുക്ക് നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ലൈക്ക് ഈ ഗ്ലൂക്കോസ് അല്ലെങ്കിൽ നമ്മുടെ ബ്ലഡ് സെൽസ് അല്ലെ, ബ്ലഡ് അല്ലേ ഫിൽട്രേഷൻ നടക്കുന്നത്. അപ്പൊ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈ RBC ഒക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അങ്ങനത്തെ കണ്ടീഷൻസും ഉണ്ട്. പക്ഷെ അതൊക്കെ എന്താണ്, രോഗാവസ്ഥയാണ് അല്ലെ. ഡിസീസ് വന്നു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ സംഭവിക്കും. ഇതിന് ഈ നെഫ്രോണിന്റെ ഫങ്ഷൻ, നെഫ്രോൺ അരിക്കുന്നത് പ്രോപ്പർ അല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ബോഡിയിലുള്ള ബ്ലഡിലെ സെൽസുകൾ ഉണ്ട് അല്ലെ, റെഡ് ബ്ലഡ് സെൽസ്, WBCs ഒക്കെ ഉണ്ട് അല്ലെ. അപ്പം എന്ത് ചെയ്യും, അങ്ങനെ നമ്മുടെ ഫിൽട്രേഷൻ പ്രോപ്പർ അല്ലാതായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് യൂറിന്റെ കൂടെ ഇതൊക്കെ പോകും, അല്ലെങ്കിൽ ഗ്ലൂക്കോസ് ഒക്കെ പോകും അല്ലെ, ഗ്ലൂക്കോസ് ഒക്കെ പോകാനുള്ള ചാൻസ് ഉണ്ട്. അത് ഫിൽട്രേഷൻ കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ പ്രോപ്പർ ആയിട്ടുള്ള ഒരു കിഡ്നി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ട് കിഡ്നിയുടെ ഫംഗ്ഷൻ എന്താണ്, ഏറ്റവും വേസ്റ്റ് മെറ്റീരിയൽസിനൊക്കെ എന്ത് ചെയ്യണം, നമുക്ക് ഫിൽട്ടർ ചെയ്ത് കളയണം അല്ലെ. വേസ്റ്റ് മെറ്റീരിയലിനൊക്കെ എന്ത് ചെയ്യണം, ഫിൽട്ടർ ചെയ്തിട്ട് കളയണം. അപ്പം ഇവിടെ നമ്മൾ പഠിക്കുന്നത് നെഫ്രോൺസിനെ പറ്റിയിട്ടാണ്. കിഡ്നിയിലുള്ള അൾട്രാ ഫിൽട്ടർ, അത്രയും ഫിൽട്രേഷൻ ചെയ്യുന്ന, അത്രയും ഷാർപ്പായിട്ട് സൂപ്പറായിട്ട് ഫിൽട്ടർ ചെയ്തെടുക്കുന്ന സാധനമാണ് എന്ത്, നമ്മുടെ കിഡ്നിയിലുള്ള നെഫ്രോൺസ് എന്ന് പറയുന്നത്. അപ്പം അൾട്രാ ഫിൽട്ടേഴ്സ് ഓഫ് കിഡ്നി എന്ന് പറയുന്നത് എന്താണ്, നെഫ്രോൺസ് ആണ്. നിങ്ങൾ ഈ നെഫ്രോണിന്റെ കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ അൾട്രാ ഫിൽട്ടേഴ്സ് ഓഫ് കിഡ്നി എന്ന് മാത്രം പഠിച്ചാൽ പോരാ, നെഫ്രോണിനെ പറ്റി പഠിക്കണം, നിങ്ങൾ കിഡ്നീനെ പറ്റി പഠിക്കണം. അതുപോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ നെഫ്രോൺസിനെ പറ്റിയിട്ടും പഠിക്കാനുണ്ട്. സോ കിഡ്നീസ് കണ്ടെയ്ൻ അൾട്രാ ഫിൽട്ടേഴ്സ് വിച്ച് ഫിൽട്ടർ വേസ്റ്റ് ഫ്രം ദി ബ്ലഡ്. ദേ ആർ കോൾഡ് നെഫ്രോൺസ്. അപ്പൊ കിഡ്നിയിൽ അൾട്രാ ഫിൽട്ടർ ഉണ്ട്, അവര് ബ്ലഡിൽ നിന്നും എന്ത് ചെയ്യുന്നുണ്ട്, വേസ്റ്റിനെ റിമൂവ് ചെയ്യുന്നുണ്ട്. അവരെയാണ് നമ്മൾ വിളിക്കുന്നത് നെഫ്രോൺസ്. എന്താ വിളിക്കുക, നെഫ്രോൺസ്. ആൻഡ് nephrons are the basic structural and functional units of kidney. കിഡ്നിയുടെ ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് കിഡ്നി എന്ന് പറയുന്നത് എന്താണ്, നെഫ്രോൺസ് ആണ്. സോ നെഫ്രോൺസ് ആർ ദി ബേസിക് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് കിഡ്നി. കിഡ്നിയുടെ ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ആണ് നെഫ്രോൺ. അപ്പം ആ ഒരു ടേം എന്ന് പറയുന്നത് അൾട്രാ ഫിൽട്ടേഴ്സ് ഓഫ് കിഡ്നി നിങ്ങൾ ഓർത്ത് വെക്കണം. ബേസിക് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് കിഡ്നി എന്ന് പറയുന്നത് നെഫ്രോൺസ് ആണ്. അതും നിങ്ങൾ ഓർത്ത് വെക്കണം. ആൻഡ് അറൌണ്ട് 12 lakh നെഫ്രോൺസ് ആർ പ്രസന്റ് ഇൻ ഈച്ച് കിഡ്നി. അപ്പം ഓരോ കിഡ്നിയിലും എത്രയുണ്ട്, അറൌണ്ട് 12 lakh എന്തുണ്ട്, നെഫ്രോൺസ് ഉണ്ട്. 12 ലക്ഷം അല്ലെ. അപ്പം 1 million ആണ് നമ്മൾ പറയാ, ഈച്ച് കിഡ്നി കണ്ടെയ്ൻ 1 million നെഫ്രോൺ എന്നാണ് പറയാം. അപ്പം 12 lakh, അറൌണ്ട് 12 lakh നെഫ്രോൺസ് ആർ പ്രസന്റ് ഇൻ ഈച്ച് കിഡ്നി. ഓക്കെ, അപ്പം അതാണ് കിഡ്നിയുടെ ഒരു ഇൻട്രഡക്ഷൻ. അപ്പൊ കിഡ്നിയെ പറ്റി നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പൊ മനസ്സിലായത്? കിഡ്നി എന്ന് പറയുന്നത് നമുക്ക് പെയർഡ് ആയിട്ടുണ്ട് അല്ലെ, ഒരു പെയർ ആയിട്ടുണ്ട്. അബ്ഡോമിനൽ ക്യാവിറ്റിയില് വെർട്ടിബ്രൽ കോളത്തിന്റെ 2 സൈഡിലുമായിട്ട് നമുക്ക് കിഡ്നിയെ കാണാൻ വേണ്ടി പറ്റും. ആൻഡ് കിഡ്നിക്ക് എന്തുണ്ട്, ബീൻ ഷേപ്പ് ആണ്, പെയർഡ് ആണ്. നെഫ്രോൺസ് ഉണ്ട്, നെഫ്രോൺസ് വിച്ച് ആർ ദി ബേസിക് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് കിഡ്നി. എന്താണ് അവരുടെ ഫങ്ഷൻ എന്ന് പറയുന്നത്, അൾട്രാ ഫിൽട്രേഷൻ ആണ് അല്ലെ. ഏറ്റവും സൂപ്പർ ആയിട്ട് എന്ത് ചെയ്യുക, ഫിൽട്ടർ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് നെഫ്രോൺസിന്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ മക്കളെ നിങ്ങൾക്ക് ഞാൻ പറയുന്ന കാര്യങ്ങള്? ആൻഡ് ഇതാണ് നമുക്ക് പഠിക്കാൻ വേണ്ടി നെക്സ്റ്റ് ഉള്ളത്. ഈ പേരുകളൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പഠിച്ചിട്ട് വരണം കേട്ടോ, എല്ലാം ഒന്ന് പഠിക്കാനുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് എന്തുണ്ട്, പെയർഡ് ആയിട്ട് എന്തുണ്ട്, കിഡ്നി ഉണ്ട് അല്ലെ. അപ്പൊ 2 കിഡ്നീസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും അല്ലെ, പെയർഡ് ആയിട്ട്. ഒരു ബീൻ ഷേപ്ഡ് ആയിട്ട് പെയർഡ് ആയിട്ട് എന്തുണ്ട്, നമുക്ക് കിഡ്നി ഉണ്ട്. ആൻഡ് ഈ കിഡ്നീന്റെ അകത്തേക്ക് നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റുന്നുണ്ട് അല്ലെ, ബ്ലഡ്, ഒരു ചുവന്ന വെസലും ചിത്രത്തിൽ കാണുന്നുണ്ട്, ഒരു ബ്ലൂ വെസലും കാണാൻ പറ്റും. അപ്പം ഈ ഇമേജസ് ഒക്കെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള സെയിം ഇമേജസ് ആണ് കേട്ടോ. ഈ ടെക്സ്റ്റിൽ നിങ്ങൾക്ക് മാർക്ക് ചെയ്തിട്ടുള്ള കാണാൻ പറ്റും കേട്ടോ. സോ ഈ ഒരു എന്താണ്, കിഡ്നിയിലേക്ക് ബ്ലഡ് പോകുന്ന ആർട്ടറി, കിഡ്നിയിലേക്ക് ബ്ലഡ് കൊണ്ടുപോകുന്ന ആളെ നമ്മൾ വിളിക്കുക എന്താണെന്നറിയോ, റീനൽ ആർട്ടറി എന്നാണ് വിളിക്കുക, റീനൽ ആർട്ടറി. അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടൊരു വേർഡ് കേൾക്കുന്നുണ്ടാവും അല്ലെ, റീനൽ. എന്താ റീനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, സംതിങ് റിലേറ്റഡ് ടു കിഡ്നി.
അപ്പം കിഡ്നിയുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യത്തെ നമ്മൾ റീനൽ എന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ഇത് കിഡ്നി എന്നാണ് മീൻ ചെയ്യുന്നത് കേട്ടോ. അപ്പം റീനൽ ആർട്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിഡ്നിയിലേക്ക് പോകുന്ന ഒരു ആർട്ടറി ഉണ്ട്. ആ ആർട്ടറിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് റീനൽ ആർട്ടറി. എന്താ വിളിക്കുക? റീനൽ ആർട്ടറി. ആൻഡ് നിങ്ങൾ എപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുക, ലങ്സിനെ നമ്മൾ ഏത് ടേം വെച്ചിട്ടായിരുന്നു പഠിച്ചത്? പൾമണറി അല്ലെ. അപ്പൊ ലങ്സിലേക്ക് പോകുന്ന ആർട്ടറിനെ നമ്മൾ എന്താ വിളിച്ചത്? പൾമണറി ആർട്ടറി എന്നല്ലേ വിളിച്ചത്. അതുപോലെ നമ്മൾ സ്റ്റൊമക്കിനെ നമ്മൾ കുറെ വേർഡുകൾ അങ്ങനെ ഇപ്പൊ പഠിച്ചിട്ടുണ്ട് അല്ലെ. സ്റ്റൊമക്കിനെ എന്താ പഠിച്ചത് നമ്മൾ? ഗ്യാസ്ട്രിക് എന്ന് പറയും അല്ലെ. ഗ്യാസ്ട്രോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സംതിങ് റിലേറ്റഡ് ടു സ്റ്റൊമക്ക് എന്നാണ് മീനിങ്. അതുപോലെ തന്നെ നമ്മൾ കാർഡിയ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കാർഡിയാക് അറസ്റ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തുമായിട്ട് റിലേറ്റഡ് ആണ്? ഹാർട്ടുമായിട്ട് റിലേറ്റഡ് ആണ് അല്ലെ. അപ്പൊ പൾമണറി പഠിച്ചു, ഗ്യാസ്ട്രിക് പഠിച്ചു, കാർഡിയ പഠിച്ചു, വേറെ ഒരുപാട് സ്ട്രക്ചേഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ. അപ്പൊ ഞാൻ ഇവിടെ പറഞ്ഞത് കിഡ്നിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ റീനൽ എന്ന് പറയുന്ന വേർഡ് വെച്ചിട്ടാണ് യൂസ് ചെയ്യുക. ഏതാ വേർഡ്? റീനൽ. സോ റീനലിലേക്ക് പോകുന്ന അല്ലെങ്കിൽ കിഡ്നിയിലേക്ക് പോകുന്ന ആർട്ടറിയെ നമ്മൾ റീനൽ ആർട്ടറി എന്നാണ് വിളിക്കുന്നത്. സോ റീനൽ ആർട്ടറി ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് ഇത് രണ്ടും പെയർഡ് ആയിട്ടുള്ള കിഡ്നി ആണെന്ന് നിങ്ങൾക്കറിയാം. ആൻഡ് ഈ ഒരു കിഡ്നിയെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ക്രോസ് സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ, നിങ്ങളൊന്ന് മുറിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കാണാൻ പറ്റും. ഓക്കെ, അപ്പം ഇത് കിഡ്നിയാണ്. ഈ കിഡ്നിയെ നമ്മൾ ഒന്ന് ക്രോസ് സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഈ കിഡ്നീൻ്റെ ഉള്ളിൽ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ വേണ്ടി പറ്റും. സോ അതാണ് ഞാൻ രണ്ടിനെ എന്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്? കിഡ്നിന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് ഒരാളാ, ഇത് സിംഗിൾ ആയിട്ടുള്ള ആളാ. ഇയാൾക്കൊരു പെയറും കൂടെ ഉണ്ട്. ആ പെയർ നമ്മൾ തൽക്കാലം കാണിച്ചിട്ടില്ല കേട്ടോ. അപ്പം ഇതൊരാളാ, ഈ ഒരാളെ ചിത്രമാണിത്. ഇയാള് പെയർഡ് ആയിട്ടുള്ള ആളാണ്. ഈ പെയറിനെ നമ്മൾ കാണിക്കാത്തത് കൊണ്ടാണ്. ആൻഡ് ഇവിടെ എന്തുണ്ട്? നിങ്ങൾക്ക് പെയറിനെ കാണാൻ പറ്റും അല്ലെ. അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്തേക്ക് നോക്കി നിൽക്കുന്ന പെയേഴ്സിനെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, സോ ദിസ് വൺ ഇസ് റീനൽ ആർട്ടറി അല്ലെ. റീനൽ ആർട്ടറി ഉണ്ട്, റീനൽ വെയിൻ ഉണ്ട് അല്ലെ. ബ്ലൂ കളറിൽ എന്താ കാണിച്ചിട്ടുള്ളത്? റീനൽ വെയിൻ കാണിച്ചിട്ടുണ്ട്. ആൻഡ് നമുക്ക് പെൽവിസ് ഉണ്ട്, റീനൽ ആർട്ടറി ഉണ്ട്, റീനൽ വെയിൻ ഉണ്ട്. നെക്സ്റ്റ് നമ്മൾ ഇവിടുന്ന് ഡ്രെയിൻ ചെയ്യുന്ന റീനൽ ആർട്ടറിയും റീനൽ വെയിനും ഇവിടെ കുറച്ച് സ്ട്രക്ചേഴ്സ് ഉണ്ട്. അത് നമുക്ക് പഠിക്കാം കേട്ടോ. അത് നമുക്ക് പഠിക്കാം. എന്നിട്ട് നമ്മളെ ഡ്രെയിൻ ചെയ്യുന്ന കണ്ടന്റ്സ് ഒക്കെ വരുന്നത് പെൽവിസ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ഉണ്ട് ഇവിടെ. പെൽവിസ് കാണുന്നുണ്ടോ നിങ്ങൾ? അപ്പൊ ഇത്രയും ഒരു പോർഷനെയാണ് എന്ത് പറയാ? റീനൽ പെൽവിസ്. കിഡ്നീന്റെ പെൽവിസ് ആയതുകൊണ്ട് നമ്മൾ റീനൽ പെൽവിസ് എന്ന് പറയാറുണ്ട്. ഞാൻ സിംപ്ലി പെൽവിസ് എന്നാണ് പറയാ. റീനൽ ആർട്ടറി, റീനൽ വെയിൻ എന്നൊക്കെ എഴുതിയ പോലെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ റീനൽ പെൽവിസ് എന്നും പറയാം. അപ്പം ഇത് കിഡ്നിയുടെ പെൽവിസ് ആയതുകൊണ്ട് നമുക്ക് റീനൽ പെൽവിസ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ പെൽവിസ് ഉണ്ട് അല്ലെ. അപ്പം റീനൽ ആർട്ടറി പഠിച്ചു, റീനൽ വെയിൻ അല്ലെ. കിഡ്നിന്ന് പുറത്തേക്ക് ബ്ലഡ് പോകുന്ന വെസലിനെയാണ് എന്ത് പറയാ? റീനൽ വെയിൻ എന്ന് പറയാ. കിഡ്നിന്റെ അകത്തേക്ക് ബ്ലഡ് കൊണ്ടുവരുന്ന വെസലിനെയാണ് എന്ത് പറയാ? റീനൽ ആർട്ടറി എന്ന് പറയാ. ആൻഡ് റീനൽ പെൽവിസ് അല്ലെ. റീനൽ പെൽവിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മക്കളെ? റീനൽ പെൽവിസ് എന്താണ്? ഈ ഒരു സ്ട്രക്ചറിനെയാണ് അല്ലെ. ഇവിടെ നമുക്ക് ഇവിടെ ഈ ആർട്ടറിയും വെയിനൊക്കെ എൻഡ് ചെയ്യുന്ന ഈ ഒരു പോർഷനിലെയാണ് എന്ത് പറയുന്നത്? റീനൽ പെൽവിസ് എന്ന് പറയുന്നത്. ആൻഡ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ റീനൽ പെൽവിസ് എന്ന് ഇങ്ങനെ താഴേക്ക് ഒരു സ്ട്രക്ചർ അല്ലെ. റീനൽ പെൽവിസിൽ നിന്നും താഴേക്ക് പോകുന്ന ഒരു സ്ട്രക്ചർ. എന്താ സ്ട്രക്ചർ? ഇതാ ഇവിടെ നിങ്ങൾക്ക് ഇത് ഇവിടുന്ന് റീനൽ പെൽവിസ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ താഴേക്ക് പോകുന്ന ഒരു സ്ട്രക്ചർ അല്ലെ. ഇത് വഴിയാണ് എന്ത് പോകുന്നത്? യൂറിൻ പുറത്തേക്ക് പോകുന്ന വഴിയാണിത്. യൂറിൻ നമ്മുടെ കിഡ്നിയിൽ ഫിൽട്ടർ ചെയ്തിട്ടുള്ള യൂറിൻ പുറത്തേക്ക് പോകുന്ന അല്ലെങ്കിൽ പുറത്തേക്ക് എക്സ്ക്രീറ്റ് ഔട്ട് ചെയ്യുന്ന ഒരു പാത്വേ ആണ് എന്ത്? ഈ മാർക്ക് ചെയ്തിട്ടുള്ള പോർഷൻ. ഇതിനെ നമ്മൾ പറയാ യൂറീറ്റർ എന്നാണ്. സ്പെല്ലിംഗ് നോക്കണേ മക്കളെ. യൂറീറ്റർ, URETER. കാരണം അതിന്റെ തൊട്ട് താഴെ നമ്മൾ വേറൊരു സാധനം പഠിക്കാനുണ്ട്, യൂറിത്ര. അപ്പം ആദ്യം പറഞ്ഞിട്ടുള്ള ഈ നീളമുള്ള ട്യൂബിനെ നമ്മൾ എന്താ പറയാ? ഈ ഓരോ കിഡ്നിക്കും ഓരോ യൂറീറ്റർ ആയിരിക്കും ഉണ്ടാവുക. അപ്പം പെയർഡ് കിഡ്നി ആയതുകൊണ്ട് പെയർഡ് ആയിട്ട് എന്തുണ്ടാവും? യൂറീറ്റേഴ്സ് ഉണ്ടാവും അല്ലെ. സോ ഇവിടുന്ന് പെൽവിസിൽ നിന്ന് നേരെ താഴേക്ക് വരുന്ന ഈ ഒരു പോർഷനെയാണ് എന്ത് പറയുക? നീണ്ടിട്ടുള്ള ഈ ഒരു ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള സ്ട്രക്ചറിനെ നമ്മൾ അല്ലെ ട്യൂബ് ലൈക്ക് സ്ട്രക്ചറിനെയാണ് എന്ത് പറയുന്നത്? എന്താ പറയാ? യൂറീറ്റർ. യൂറിത്ര അല്ല, യൂറിത്ര വേറെയാണ്, ഇത് യൂറീറ്റർ ആണ് കേട്ടോ. അപ്പം ആ ഒരു സ്ട്രക്ചറിനെ പെയർഡ് ആയിട്ടുള്ള യൂറീറ്റർ നമുക്കുണ്ട്.
ആ യുറീറ്റർ വഴിയാണ് എന്ത് പോകുന്നത്? യൂറിൻ പുറത്തേക്ക് പോകുന്നത്. ആൻഡ് നിങ്ങൾ ഇവിടെ ഒരു സാധനം കാണുന്നുണ്ടാവും അല്ലെ, ഇതാണ് യൂറിനറി ബ്ലാഡർ. എന്താ? യൂറിനറി ബ്ലാഡർ. അപ്പം കിഡ്നി ഫിൽട്ടർ ചെയ്തിട്ടുള്ള യൂറിൻ ഇല്ലേടാ, ഈ കിഡ്നി ഫിൽട്ടർ ചെയ്തിട്ടുള്ള ഈ യൂറിനെ ഈ യുറീറ്റർ വഴി താഴേക്ക് വന്നിട്ട് എവിടെ സ്റ്റോർ ചെയ്ത് വെക്കും? ഈ ബ്ലാഡറിൽ നമ്മൾ യൂറിൻ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പൊ നമുക്ക് ഉണ്ടാക്കിയിട്ടുള്ള യൂറിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? യൂറിനറി ബ്ലാഡർ. യൂറിനെ സ്റ്റോർ ചെയ്യുന്ന ബ്ലാഡർ ആയതുകൊണ്ട് നമ്മൾ വിളിക്കുന്ന പേരാണ് യൂറിനറി ബ്ലാഡർ. അപ്പം യൂറിൻ, റീനൽ ആർട്ടറി, നമ്മൾ ഏതൊക്കെ സ്ട്രക്ചേഴ്സ് ഇപ്പൊ പഠിച്ചത്? കിഡ്നി ആസ് എ ഹോൾ പറഞ്ഞു, റീനൽ ആർട്ടറി പറഞ്ഞു, റീനൽ വെയിൻ പറഞ്ഞു, റീനൽ പെൽവിസ് പറഞ്ഞു, യുറീറ്റർ പറഞ്ഞു, യൂറിനറി ബ്ലാഡർ പറഞ്ഞു അല്ലെ. യൂറിനറി ബ്ലാഡറിലാണ് നമ്മൾ യൂറിൻ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ആൻഡ് നമ്മൾ ഈ എൻഡിങ്ങില് യൂറിൻ പുറത്തേക്ക് പോകുന്ന ഒരു പോർഷൻ ഉണ്ട് അല്ലെ. യൂറിൻ പുറത്തേക്ക്, നമ്മൾ യൂറിൻ പുറത്തേക്ക് കളയുന്ന ഒരു പോർഷൻ ഉണ്ട്. ആ ഒരു ട്യൂബിന് ഒരു നാരോ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഫീമെയിൽസിനാണെങ്കിൽ കുറച്ച് നാരോ ആയിട്ടുള്ള യൂറിത്ര ആയിരിക്കും, മെയിൽസിനാണെങ്കിൽ എന്തായിരിക്കും? കുറച്ചും കൂടി ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള യൂറിത്ര ആയിരിക്കും അല്ലെ. സോ ആ ഒരു പാത്വേ അല്ലെ, യൂറിൻ പുറത്തേക്ക് കളയുന്ന പോർഷനെയാണ് നമ്മൾ യുറീത്ര എന്ന് പറയുന്നത് അല്ലെ. നമ്മൾ ഔട്ട്സൈഡുമായിട്ട് വരുന്ന ഒരു പോർഷനാണ് എന്താ? യുറീത്ര എന്ന് പറയുന്നത്. അപ്പം കിഡ്നി പറഞ്ഞു, കിഡ്നിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സ്ട്രക്ചേഴ്സ് പറഞ്ഞു അല്ലെ. എങ്ങനെയാണ് കിഡ്നിയിൽ നിന്നും യൂറിൻ പുറത്തേക്ക് പോകുന്നതെന്ന് വരെയുള്ള സ്ട്രക്ചേഴ്സ് ആണ് നമ്മൾ പഠിച്ചത്. അതിനകത്ത് നമ്മൾ ഫസ്റ്റ് കിഡ്നി എന്താന്ന് ഓവറോൾ ആയിട്ടൊന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ റീനൽ ആർട്ടറി പറഞ്ഞു, റീനൽ വെയിൻ പറഞ്ഞു, റീനൽ പെൽവിസ് പറഞ്ഞു, യുറീറ്റർ പറഞ്ഞു, യൂറിനറി ബ്ലാഡർ പറഞ്ഞു, ആൻഡ് യൂറിത്ര പറഞ്ഞു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ശരിയല്ലേ? ആൻഡ് കിഡ്നി ആൻഡ് റിലേറ്റഡ് പാർട്സ്, കിഡ്നിയും അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പാർട്ട്. അപ്പൊ നമ്മൾ കിഡ്നിയെ ഒന്ന് ജസ്റ്റ് പുറത്തുനിന്ന് നോക്കി കണ്ടു കഴിഞ്ഞാൽ കിഡ്നി ഒന്ന് എടുത്ത് പൊന്തിച്ച് നോക്കിയാൽ അതുമായിട്ട് തൊട്ട് നിൽക്കുന്ന സ്ട്രക്ചേഴ്സ് അല്ലെ. അതിന്റെ യൂറീത്ര പറഞ്ഞു, അതിന്റെ ബ്ലാഡറും കാര്യങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് നോക്കിയാൽ തന്നെ കാണാൻ പറ്റുന്ന സ്ട്രക്ചറാണ് നമ്മൾ പഠിച്ചത്. ഇനി നമ്മൾ കിഡ്നിന്റെ ഉള്ളിലേക്ക് ഒന്ന് പോയി നോക്കുക അല്ലെ. നമ്മൾ നേരത്തെ ഞാനിവിടെ കുറച്ച് സ്ട്രക്ചേഴ്സ് കണ്ടുവെച്ചു അല്ലെ, നിങ്ങൾ നോക്കി വെച്ചു. ലൈക്ക് ഇവിടെ നമ്മൾ ഒരു ലെൻസ് അങ്ങ് വെച്ചു, പക്ഷെ ഇതിന്റെ ഡീറ്റെയിൽ ഒന്നും ഞാൻ പറഞ്ഞു തന്നില്ല അല്ലെ. നമ്മൾ ജസ്റ്റ് ഈ പിക്ചറും ഈ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും പറഞ്ഞു. ഇവിടേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊക്കെ തോന്നുന്നുണ്ടാവും അല്ലെ. കുറച്ച് എന്തൊക്കെയാണ് ഈ സ്ട്രക്ചേഴ്സ് അല്ലെ. കുറെ എന്താണ് ഓൾമോസ്റ്റ് ഒരു ട്രയാങ്കുലാർ ഷേപ്പില് കുറച്ച് സാധനങ്ങളൊക്കെ ഇങ്ങനെ കാണുന്നുണ്ടാവും. കുറച്ച് വേറെയും കുറെ സാധനങ്ങളൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും. അൾട്ടിമേറ്റ്ലി നിങ്ങൾക്ക് ഇവിടെ റീനൽ ആർട്ടറിയും റീനൽ വെയിനും കാണാൻ പറ്റുന്നുണ്ട്. ഈ റീനൽ ആർട്ടറി ഇങ്ങനെ ബ്രാഞ്ചസ് ആയിട്ട് മാറുന്നുണ്ട്, റീനൽ വെയിൻ ഇങ്ങനെ ബ്രാഞ്ചസ് ആയിട്ട് വരുന്നു. നിങ്ങൾക്ക് ഈ ഒരു ഇമേജിൽ നിന്നും ക്ലിയർ ആവുന്നുണ്ട്. പക്ഷെ അതിൽ കൂടുതൽ നമ്മൾ പറഞ്ഞു കിഡ്നിയുടെ ബേസിക് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ആണ് നെഫ്രോൺസ് എന്ന് പറഞ്ഞു അല്ലെ. പക്ഷെ നിങ്ങൾ ഈ ഒരു ഇമേജിൽ നിങ്ങൾക്ക് നെഫ്രോണിനെ കാണാൻ പറ്റിയിട്ടുണ്ടോ? ഇല്ല അല്ലെ. അപ്പം കിഡ്നിയിൽ എവിടെയാണ് നെഫ്രോൺസ് ഉള്ളത്? ഈ നെഫ്രോൺസ് ആണല്ലോ ഫിൽട്ടർ ചെയ്തിട്ട് എന്ത് ഫോം ചെയ്യുന്നത്? യൂറിൻ ഫോം ചെയ്യുന്നത്. അപ്പം ഈ ഒരു കിഡ്നിയിൽ നെഫ്രോൺസ് എവിടെയാണുള്ളത്? അപ്പം ആ വക കാര്യങ്ങളാണ് നമ്മൾ നെക്സ്റ്റ് ഇനി നോക്കാൻ വേണ്ടി പോകുന്നത്. നെഫ്രോൺസിനെ പറ്റി നോക്കണം അല്ലെ. സോ കിഡ്നി ആൻഡ് റിലേറ്റഡ് പാർട്ട്, ഞാൻ ഇവിടെ ഉള്ള ഈ ഒരു ട്രയാങ്കുലാർ ഷേപ്പിലുള്ള പോർഷൻ കണ്ടില്ലേ നിങ്ങൾ? ട്രയാങ്കുലർ ആയിട്ടുള്ള ഈ ഒരു പോർഷനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മാറ്റിയിട്ട് ഒരെണ്ണത്തിന് ഞാൻ എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെ ഒരു പോർഷൻ എടുത്തിട്ടുണ്ട്. ഇതിൽ തന്നെയും ആ ഒരു ട്രയാങ്കുലാർ പോർഷനും ഉണ്ട്, കുറച്ച് പോർഷൻ എക്സ്ട്രായും ഉണ്ട് കേട്ടോ. ആൻഡ് ഇതില് നമ്മൾ ആ ഒരു പോർഷനില് എന്താണ് ആ ഒരു പോർഷനില് കുറച്ച് ഇവിടെ ഇത്രയും പോർഷനും ഉണ്ട്, ഇതിന്റെ കൂടെ എന്തുണ്ട്? കുറച്ച് പുറത്തേക്കുള്ള പോർഷനും കൂടെ ഉണ്ട് കേട്ടോ. ഈ ഒരു പോർഷനിൽ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും? പുറത്തേക്കുള്ള ഒരു സ്ട്രക്ചർ ഇല്ലേടാ. ഈ പുറത്തേ ഭാഗത്തിന് നമ്മൾ പറയാ കോർട്ടെക്സ് എന്നാ പറയാ. എന്താ പറയാ? കോർട്ടെക്സ്. അപ്പൊ നമ്മൾ പല സ്ട്രക്ചേഴ്സും ഇനി ബയോളജിയിൽ പഠിക്കുന്ന സമയത്ത് പുറത്തുള്ള സാധനത്തിനെ നമ്മൾ കോർട്ടെക്സ് എന്ന് വിളിക്കുകയാണെങ്കിൽ അകത്തുള്ള സാധനത്തിനെ നമ്മൾ വിളിക്കുക മെഡുല്ല എന്നാണ്. അപ്പം കോർട്ടെക്സും പഠിച്ചു, മെഡുല്ലയും പഠിച്ചു. അപ്പൊ പുറത്തുള്ള സ്ട്രക്ചറാണ് കോർട്ടെക്സ്, ഉള്ളിലുള്ള സ്ട്രക്ചറാണ് മെഡുല്ല. ഇനി ഈ കോർട്ടെക്സും മെഡുല്ലയും കിഡ്നിയുടെ ഭാഗമായത് കൊണ്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് റീനൽ കോർട്ടെക്സ് എന്നും വിളിക്കാം ആൻഡ് റീനൽ മെഡുല്ല എന്നും വിളിക്കാം. അപ്പൊ നമുക്ക് കിഡ്നിയുടെ പോർഷൻ ആയത് കൊണ്ട് വേണമെന്നുണ്ടെങ്കിൽ റീനൽ കോർട്ടെക്സ് എന്നും വിളിക്കാം,
റീനൽ മെഡുല എന്ന് വിളിക്കും. അപ്പം പുറത്തേ പോർഷനെ നമ്മള് കോർട്ടെക്സ് എന്ന് വിളിച്ചു, കുറച്ചും കൂടി ഉള്ളിലേക്കുള്ള പോർഷൻ നമ്മള് മെഡുല എന്ന് വിളിച്ചു. നിങ്ങൾക്ക് കാണാൻ പറ്റൂല്ലേ പുറത്തുള്ള ഒരു പോർഷൻ അല്ലെ. ഇതൊക്കെ കുറച്ച് പുറത്തേക്കുള്ള പോർഷൻ ആണ് അല്ലെ, ഇതിന്റെ ഒരു കുറച്ച് പുറത്തേ ഭാഗം അല്ലെ. ഇത്രയും പോർഷൻ ഒക്കെ എന്താണ് പുറത്തുള്ള ഒരു പോർഷൻ ആണ് അല്ലെ. അപ്പം ആ ഒരു പോർഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, കോർട്ടെക്സ് എന്ന് വിളിക്കുക അല്ലെ. വെറും കോർട്ടെക്സ് എന്നല്ല, ചിലപ്പോൾ നമുക്ക് കിഡ്നിയാന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ നമുക്ക് റീനൽ കോർട്ടെക്സ് എന്ന് വിളിക്കാം. ആൻഡ് ഇതിന്റെ പുറത്തത് ഇനി ഉള്ളിലുള്ള സ്ട്രക്ചർ അല്ലെ, ഇത് കിഡ്നിന്റെ ഉള്ളിലെ ഭാഗം അല്ലെ, ആ ഒരു ഉള്ളിലുള്ള സ്ട്രക്ചറിനെ നമുക്ക് റീനൽ മെഡുല എന്നും വിളിക്കാം. അപ്പൊ പുറത്തുള്ള സ്ട്രക്ചറിനെ റീനൽ കോർട്ടെക്സ് എന്ന് വിളിക്കാം, ഉള്ളിലുള്ള സ്ട്രക്ചറിനെ റീനൽ മെഡുല എന്നും വിളിക്കാം. സോ അതന്നെയാണ് പുറത്തുള്ള പോർഷനെ കോർട്ടെക്സ് എന്ന് വിളിച്ചു, ഉള്ളിലുള്ള പോർഷനെ മെഡുല എന്ന് വിളിച്ചു. ആൻഡ് ഈ കോർട്ടെക്സിന്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ലൈറ്റ് കളേർഡ് ഔട്ടർ പാർട്ട്. അപ്പം ഔട്ടർ പാർട്ടും ആണ്, അതെന്താണ് കുറച്ച് ലൈറ്റ് കളറാണ്. ഓക്കെ, ലൈറ്റ് കളേർഡ് ആയിട്ടുള്ള ഒരു ഔട്ടർ പാർട്ടിനെയാണ് നമ്മൾ കോർട്ടെക്സ് എന്ന് വിളിക്കുന്നത്. ആൻഡ് മെഡുല എന്ന് പറയുന്നത് ഡാർക്ക് കളേർഡ് ആയിട്ടുള്ള ഇന്നർ പാർട്ട്. ഉള്ളിലുള്ള പാർട്ടാണ് റീനൽ മെഡുല, ആൻഡ് അതിന്റെ കളർ എന്ന് പറയുന്നത് എന്താണ്, കുറച്ച് ഡാർക്കുമാണ്. അപ്പം ലൈറ്റ് കളേർഡ് ഔട്ടർ പാർട്ടാണ് റീനൽ കോർട്ടെക്സ് എന്ന് പറയുന്നത്, ആൻഡ് ഡാർക്ക് കളേർഡ് ആയിട്ടുള്ള ഇന്നർ പാർട്ടിനെയാണ് നമ്മൾ റീനൽ മെഡുല എന്ന് പറയുന്നത്. ക്ലിയർ ആണോ നിങ്ങൾക്ക്? യെസ്. ഇതില് നിങ്ങൾ കോർട്ടെക്സും കണ്ടു, മെഡുലയും കണ്ടു. അപ്പം ഇവിടെ നിങ്ങൾ കാണുന്ന ഈ ഒരു സ്ട്രക്ചർ കാണുന്നുണ്ടോ നിങ്ങൾ? ഈ ഒരു സ്ട്രക്ചർ ഇങ്ങനെ ട്യൂബ് പോലെ വരുന്ന ഈ ഒരു സ്ട്രക്ചറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നെഫ്രോൺ എന്ന് പറയുന്നത്. എന്താ പറയാ, നെഫ്രോൺ. എന്തായിരുന്നു നെഫ്രോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ബേസിക് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് കിഡ്നി. കിഡ്നിയുടെ ബേസിക് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ആണ് നെഫ്രോൺ. നെഫ്രോൺ എവിടെയായിരിക്കുന്നത്, കുറച്ചൊക്കെ കോർട്ടെക്സിലുണ്ട്, കുറച്ച് ഭാഗം അതിന്റെ എന്തിലേക്കും പോകുന്നുണ്ട്, മെഡുലയിലേക്കും പോകുന്നുണ്ട് കേട്ടോ. അപ്പം കോർട്ടെക്സിലും അല്ലെങ്കിൽ ആ ഒരു ഏരിയയിൽ ഇങ്ങനെ ഈ ഒരു ഡയറക്ഷനിലാണ് എന്തിരിക്കുന്നത്, നെഫ്രോൺ ഇരിക്കുന്നത്. കുറെയൊക്കെ കോർട്ടെക്സിലും ഉണ്ട്, കുറച്ച് ട്യൂബും കാര്യങ്ങളൊക്കെ ഇങ്ങോട്ടേക്കും വരുന്നുണ്ട്, മെഡുലറി റീജിയനിലേക്ക് അല്ലെ. മെഡുലേന്റെ ഉള്ളിലേക്കും കുറച്ച് വരുന്നുണ്ട്, കുറച്ചൊക്കെ പുറത്തേക്ക്. ഈ യെല്ലോ കളറിൽ കാണിച്ചിട്ടുള്ളതാണ് എന്താ, നെഫ്രോൺ എന്ന് പറയുന്നത്. ടെക്സ്റ്റ് ബുക്കില് ഇമേജ് ഉണ്ട് കേട്ടോ, ഇതേ ഇമേജ് ടെക്സ്റ്റ് ബുക്കിലും ഉണ്ട്. അപ്പം കുറച്ച് പോർഷൻ കോർട്ടെക്സിലും കാണാൻ പറ്റും, കുറച്ച് പോർഷൻ മെഡുലയിലും കാണാൻ പറ്റും. ഈ ഒരു അപ്പിയറൻസ് അല്ലെങ്കിൽ ഇങ്ങനെയാണ് കിഡ്നിയില് നെഫ്രോൺസിന് എന്ത് ചെയ്തിട്ടുള്ളത്, അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ക്ലിയർ ആണോ? കിഡ്നിയും അതിന്റെ കോർട്ടെക്സ്, അതിന്റെ മെഡുല, അതിലുള്ള നെഫ്രോൺസ്, ഇത്രയാണ് നമ്മൾ പറഞ്ഞത്. സോ ഇനി നിങ്ങൾക്ക് പിക്ചർ കാണുമ്പോൾ ചിലപ്പോൾ ഭയങ്കര അയ്യോ ഇതൊക്കെ എന്താന്നൊക്കെ തോന്നുന്നുണ്ടാവുമായിരിക്കും. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്, ഒന്ന് ജസ്റ്റ് ശ്രദ്ധിച്ചാൽ മതി. സിമ്പിൾ ആണ് കേട്ടോ. പുതിയ പേരുകളൊക്കെ പഠിക്കാനുണ്ടാവും, സിമ്പിൾ ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്നേ ഉള്ളൂ. ചെറിയ ചെറിയ പേരുകളാണ്. ഓക്കെ, സോ ഇത് നെഫ്രോൺ ആണ് കേട്ടോ. ഇത് ഒരു നെഫ്രോൺ ആണ്. എന്താണ് നെഫ്രോൺ? അപ്പം നെഫ്രോണിന്റെ ഒരു സ്ട്രക്ചർ ആണ് നമ്മൾ ഇവിടെ കണ്ടു, നമ്മൾ ഇവിടെ ഓൾറെഡി കണ്ടു അല്ലെ. കോർട്ടെക്സിൽ കുറച്ച് പോർഷൻ ഉണ്ട്. ഈ ഒരു സെയിം സാധനത്തിനെയാണ് ഞാൻ നെഫ്രോണ് നെക്സ്റ്റ് കാണിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പം അതേ ഒരു സാധനം കുറച്ച് നേരെയാക്കി വരച്ചു. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് നേരെയാക്കി വരച്ചു. അപ്പം ഇങ്ങനെയാണ് എന്തുള്ളത്, നെഫ്രോൺ ഉള്ളത്. കറക്റ്റ്? യെസ്. അപ്പം ഇവിടെ നോക്കുന്ന സമയത്ത് നമുക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം അല്ലെ. ഒരു പാമ്പ് പോലെയൊക്കെ തോന്നുന്നുണ്ടാവും അല്ലെ. പാമ്പിന്റെ ഒരു തല പോലെയൊക്കെ ഉണ്ട്, പിന്നെ കുറച്ച് വാലിങ്ങനെ വരുന്നുണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും അല്ലെ നെഫ്രോണിന്റെ സ്ട്രക്ചറിൽ. അപ്പം ഇനീഷ്യലി നിങ്ങൾക്ക് നോക്കാൻ പറ്റും എന്താ, ഒരു കപ്പ് പോലത്തെ ഒരു ഷേപ്പ് കാണുന്നുണ്ട് അല്ലെ. ഒരു സി ഷേപ്പ് ആയിട്ട് ഇങ്ങനെ നോക്കി നിങ്ങൾ ഒരു കപ്പ് ഇരിക്കുന്നത് പോലെ ഒരു സ്ട്രക്ചർ നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലെ, ഒരു കപ്പ്. ഓക്കെ, അപ്പം ഒരു കപ്പ് പോലെയുള്ള ഒരു പോർഷൻ ഉണ്ട്. ഇവിടുന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടുന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇതിന്റെ ബാക്കി പോർഷൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ കുറെ ചുളിവും മടക്കൊക്കെ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ വന്നിട്ട് ഇതിലെ വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇത് വഴി എന്ത് ചെയ്യുന്നുണ്ട്, പുറത്തേക്ക് വരുന്നുണ്ട് അല്ലെ. അപ്പം ഇങ്ങനെയാണ് നെഫ്രോൺ ഇരിക്കുന്നത്. ആൻഡ് ഇതിൽ ഞാൻ പറഞ്ഞു സ്റ്റാർട്ടിങ് പോർഷനിൽ നിങ്ങൾ ഒരു കപ്പ് പോലത്തെ ഒരു ഷേപ്പ് കാണുന്നുണ്ട്. ആൻഡ് റീനൽ ആർട്ടറി, കിഡ്നിയിലേക്ക് പോകുന്ന ആർട്ടറി അല്ലെ,
അതിനെന്താ നമ്മൾ വിളിച്ചത്? റീനൽ ആർട്ടറി എന്നല്ലേ വിളിച്ചത്. കിഡ്നിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ഒരു വെയിൻ ഉണ്ടായിരുന്നു, എന്താ വിളിച്ചത് പേര്? റീനൽ വെയിൻ അല്ലെ. അപ്പൊ റീനൽ ആർട്ടറിയും ഉണ്ട്, റീനൽ വെയിനും ഉണ്ട് അല്ലെ. അപ്പൊ ഞാൻ ഫസ്റ്റ് റീനൽ ആർട്ടറിനെ കാണിച്ചു തരാം കേട്ടോ. ഈ ഒരു ചുവന്ന കളറിൽ പോകുന്ന കിഡ്നിയിലേക്ക് പോകുന്ന ഇതാണ് എന്ത്? റീനൽ ആർട്ടറി എന്ന് പറയുന്നത്. ക്ലിയർ? ആൻഡ് ഈ റീനൽ ആർട്ടറി എന്ത് ചെയ്യുന്നുണ്ട്? കുറച്ച് ബ്രാഞ്ച് ഒക്കെ ഫോം ചെയ്യുന്നുണ്ട് അല്ലെ. അവിടെ ഇവിടെയൊക്കെ ബ്രാഞ്ച് ഫോം ചെയ്യുന്നുണ്ട്. അങ്ങനെ ഫോം ചെയ്യുന്ന റീനൽ ആർട്ടറി എന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങോട്ടേക്ക് വന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ കുറച്ച് കാപ്പിലറീസ് ഫോം ചെയ്യും. കാപ്പിലറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു മക്കളെ? കാപ്പിലറീസ് എന്തായിരുന്നു? ആർട്ടറിക്ക് കാപ്പിലറീസ് ഉണ്ടാവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? യെസ്, അത് ഭയങ്കര സിംഗിൾ ലെയേർഡ് ആയിട്ടുള്ള ഒരു ഇത് ഫോം ചെയ്യുന്നതിനാണ് എന്താ പറയുക, ഏറ്റവും മൈന്യൂട്ട് ആയിട്ട് ഉള്ള ഒറ്റ സിംഗിൾ ലെയർ ഓഫ് സെൽസ് വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള വെസൽസ് ആണ് അല്ലെ. സോ അങ്ങനെ റീനൽ ആർട്ടറിന്നും ഇവിടെ ഈ ഒരു കപ്പിന്റെ ഉള്ളിൽ അല്ലെ, കപ്പിന്റെ ഉള്ളിൽ ഇങ്ങനെ ചുരുണ്ട് കൂടി അല്ലെ, ചുരുണ്ട് കാപ്പിലറീസ് ഫോം ചെയ്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഇതുവഴി പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പം റീനൽ ആർട്ടറി ഉണ്ട്. റീനൽ ആർട്ടറി കിഡ്നിന്റെ ഉള്ളിലേക്ക് കയറിയിട്ട് ഇതിന്റെ ഇങ്ങനെ ഒരു കപ്പ് പോലെയുള്ള ഈ ഒരു സ്ട്രക്ചറിന്റെ ഉള്ളിൽ എന്ത് ചെയ്യുന്നുണ്ട്? കുറച്ച് കാപ്പിലറീസ് ഒക്കെ ഫോം ചെയ്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? പുറത്തേക്ക് വരുന്നുണ്ട്. പുറത്തേക്ക് എന്ത് വഴിയാ വരുന്നത്? ഇവിടുന്ന് ഇങ്ങനെ വന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഇത് ഏതാ സ്ട്രക്ചർ? റീനൽ വെയിൻ അല്ലെ. അപ്പൊ റീനൽ വെയിൻ വഴി എന്ത് ചെയ്യുന്നുണ്ട്? പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പം റീനൽ ആർട്ടറി വഴി ഉള്ളിലേക്ക് കയറിയിട്ട് റീനൽ വെയിൻ വഴി എന്ത് ചെയ്യുന്നുണ്ട്? പുറത്തേക്ക് വരുന്നുണ്ട്. സിമ്പിൾ ആണ്. പറഞ്ഞത് ക്ലിയർ ആയോ? ഒന്നുമില്ല. കിഡ്നിയിലേക്ക് പോകുന്ന ആർട്ടറിന്റെ പേരാണ് റീനൽ ആർട്ടറി. ഈ റീനൽ ആർട്ടറി എന്ത് ചെയ്യുന്നുണ്ട്? ഞാൻ ഇവിടെ നെഫ്രോൺ ഒരു കപ്പ് പോലത്തെ സ്ട്രക്ചർ ഞാൻ കാണിച്ചു തന്നു. ഈ ഒരു കപ്പ് പോലത്തെ സ്ട്രക്ചറിന്റെ ഉള്ളിൽ കുറച്ച് കാപ്പിലറീസ് ഫോം ചെയ്യും. അപ്പൊ ഇവിടെയൊക്കെ കാപ്പിലറി നെറ്റ്വർക്ക് ഫോം ചെയ്യുന്നുണ്ട്. അപ്പം ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? കുറച്ച് ചുരുണ്ട് അങ്ങനെ ഒരു സ്ട്രക്ചർ ഫോം ചെയ്യുന്നുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഇതുവഴി എക്സിറ്റ് അടിച്ചിട്ട് എന്ത് വഴി എക്സിറ്റ് അടിക്കുന്നുണ്ട്? റീനൽ വെയിൻ വഴി അത് എക്സിറ്റ് അടിക്കുന്നുണ്ട്. ക്ലിയർ അല്ലേ? അപ്പം ഇൻട്രോ എന്ന് പറയുന്നത് റീനൽ ആർട്ടറി വഴിയാണ്, എക്സിറ്റ് റീനൽ വെയിൻ വഴിയാണ് പോകുന്നത്. ക്ലിയർ? അപ്പൊ അത്രയും ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ. ആൻഡ് ഞാൻ പറഞ്ഞു ഈ ഒരു കപ്പ് പോലത്തെ സ്ട്രക്ചർ എന്ന് പറഞ്ഞു അല്ലെ, കപ്പ് പോലത്തെ സ്ട്രക്ചർ. ഈ കപ്പിനെ മാത്രം ഞാൻ ഒന്നിങ്ങോട്ടേക്ക് എടുത്ത് കാണിച്ചിട്ടുള്ളതുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഈ കപ്പ് മാത്രം ഞാൻ ഒന്ന് ജസ്റ്റ് മാറ്റി കാണിച്ചത്. ഈ കപ്പിനകത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നിന്നും കാണാൻ പറ്റുന്നുണ്ട് രണ്ട് ലെയർ ആയിട്ടുള്ള രണ്ട് ബോൾ ഉണ്ട് കേട്ടോ. ഒരു ബോള് ഉണ്ട്, പിന്നെ രണ്ട് ലെയർ ആയിട്ട് ഡബിൾ ലെയേർഡ് ആയിട്ടുള്ള സ്ട്രക്ചർ ആണ് കേട്ടോ. അപ്പം രണ്ട് ലെയർ ആയിട്ടാണ്, രണ്ട് ബോളുകൾ ഉണ്ട് എന്തിന്? ഈ കപ്പിന്. ഓക്കെ, ആ കപ്പിന് രണ്ട് ബോളുകൾ ഉണ്ട്. ആൻഡ് അതിനെ നമ്മൾ ആ കപ്പിനെ വിളിക്കുന്ന പേരാണ്, മറക്കരുത്, കപ്പ് ഇത് സിമ്പിൾ ആണ് ഓർക്കാൻ വേണ്ടിയിട്ട്. കപ്പ് പോലെയുള്ള സ്ട്രക്ചർ അല്ലെ, ഒരു കപ്പ് പോലെയുള്ള സ്ട്രക്ചറിന് നമ്മൾ ബോമാൻസ് ക്യാപ്സ്യൂൾ എന്നാണ് വിളിക്കുന്നത്. എന്താ വിളിക്കുക? ബോമാൻസ് ക്യാപ്സ്യൂൾ. ബോമാൻസ് ക്യാപ്സ്യൂൾ. കപ്പ് എന്ന് ആലോചിച്ചാൽ മതി നിങ്ങൾ. കപ്പ് പോലെയുള്ള ഒരു സ്ട്രക്ചർ ആണ്. ആ ഒരു ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബോമാൻസ് ക്യാപ്സ്യൂൾ. എന്താ വിളിക്കുക? ബോമാൻസ് ക്യാപ്സ്യൂൾ. സ്പെല്ലിംഗ് നോക്കി നിങ്ങൾ, BOWMAN' ക്യാപ്സ്യൂൾ. ബോമാൻസ് ക്യാപ്സ്യൂൾ. അപ്പൊ ബോമാന്റെ കപ്പ് അല്ലെ, ബോമാൻസ് ക്യാപ്സ്യൂൾ. സിമ്പിൾ അല്ലേ? കപ്പ് പോലെയുള്ള നെഫ്രോണിന്റെ പോർഷൻ അല്ലെ, രണ്ട് ലെയർ ആയിട്ട് കാണുന്നുണ്ട് നിങ്ങൾക്ക്, രണ്ട് ലെയർ ആയിട്ട് നിങ്ങൾക്ക് കാണുന്നുണ്ട്. അതിനെയാണ് എന്ത് വിളിക്കുന്നത്? ബോമാൻസ് ക്യാപ്സ്യൂൾ എന്ന് വിളിക്കുന്നത്. യെസ്, ക്ലിയർ. ആൻഡ് നമ്മൾ ഇവിടെ കണ്ടു അല്ലെ, ഇവിടെ കണ്ടു. ഇവിടുന്ന് ഇങ്ങനെ വന്നിട്ട് ഇവിടെ ചുരുങ്ങി മടങ്ങി കുറെ കാപ്പിലറീസ് ഫോം ചെയ്യുന്നുണ്ട് അല്ലെ. ഇവിടുന്നൊക്കെ ബ്ലഡ് ഇങ്ങനെ ഫ്ലോ ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പം ഈ ഒരു ടഫ് കാപ്പിലറീസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ വിളിക്കുക ഗ്ലോമറുലസ്. എന്താ വിളിക്കുക? ഗ്ലോമറുലസ്. ക്ലിയർ? ഗ്ലോമറുലസ്. അപ്പൊ നമ്മള് എന്തൊക്കെ വിളിച്ചു? ബോമൻസ് ക്യാപ്സ്യൂള് കണ്ടു, അതിനകത്ത് ഗ്ലോമറുലസിനെ കണ്ടു. ബോമൻസ് ക്യാപ്സ്യൂളും കണ്ടു, ഗ്ലോമറുലസും കണ്ടു. ഓക്കെ. ആൻഡ് ഗ്ലോമറുലസ് കഴിഞ്ഞു. അപ്പം ഇത്രയും സ്ട്രക്ചർ ആണ് ഈ ഒരു കപ്പിന്. അപ്പം ബോമൻസ് ക്യാപ്സ്യൂളും ഉണ്ട്, അതിൻ്റെ ഉള്ളില് ടഫ് കാപ്പിലറീസ്, കുറെ കാപ്പിലറീസ് ഉള്ള ബോമൻസ് ക്യാപ്സ്യൂളും നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പം ഗ്ലോമറുലസും ബോമൻസ് ക്യാപ്സ്യൂളും. അപ്പൊ നമ്മൾ ഈ തലഭാഗം കഴിഞ്ഞു അല്ലെ. ഇനി ഇതിലേക്ക് ഈ റീനൽ ആർട്ടറി ഇവിടെ നമ്മൾ പറഞ്ഞു ഗ്ലോമറുലസ് ഫോം ചെയ്യുന്നുണ്ട് അല്ലെ.
റീനൽ ആർട്ടറി ഇവിടുന്ന് വന്നിട്ട് ഗ്ലോമറുലസ് ഫോം ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഒരു ഇതിനെ നമ്മൾ ബോമൻസ് ക്യാപ്സ്യൂൾ എന്നല്ലേ വിളിച്ചത്, ബോമൻസ് ക്യാപ്സ്യൂൾ എന്നാണ് വിളിച്ചത്. അപ്പൊ ബോമൻസ് ക്യാപ്സ്യൂളില് റീനൽ ആർട്ടറി വരുന്നുണ്ട്, എന്നിട്ട് ഇവിടെ ഗ്ലോമറുലസ് ഫോം ചെയ്യുന്നുണ്ട്. ഈ റീനൽ ആർട്ടറിയിൽ നിന്നും ഇങ്ങോട്ട് വരുന്ന ഈ ഗ്ലോമറുലസിലേക്ക് വരുന്ന ആ ഒരു ആർട്ടറിയെ അല്ലെങ്കിൽ ആ ഒരു വെസലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അഫറന്റ് വെസൽ. എന്താ വിളിക്കുക? അഫറന്റ് വെസൽ. അപ്പം ആർട്ടറിയിൽ അങ്ങോട്ടേക്ക് പോകുന്ന അല്ലെ, അങ്ങോട്ടേക്ക് പോകുന്ന വെസലിനെ നമ്മൾ അഫറന്റ്, ആന്ന് ആലോചിച്ചാൽ മതി. അങ്ങോട്ട് പോകുന്ന വെസലിന് അഫറന്റ്. എന്നിട്ട് അവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു വെസൽ വരുന്നുണ്ട് അല്ലെ, പുറത്തേക്ക് ഇങ്ങോട്ടേക്ക് ഒരു വെസൽ വരുന്നുണ്ട്. ഇങ്ങോട്ടേക്ക് വരുന്ന വെസലിനെ നമ്മൾ വിളിക്കുക ഇഫറന്റ്. ഇങ്ങോട്ടേക്ക് എന്നുള്ളത് ഇഫറന്റും അങ്ങോട്ടേക്ക് എന്നുള്ളത് അഫറന്റും. അപ്പം അങ്ങോട്ടേക്ക് അതിന്റെ ഉള്ളിലേക്ക് പോകുന്നതിന് അഫറന്റ് വെസൽ എന്ന് പറയും. അവിടുന്ന് പുറത്തേക്ക് വരുന്ന വെസലിന് എന്താ വിളിക്കുക? ഇഫറന്റ് വെസൽ എന്നാണ് വിളിക്കുന്നത്. അപ്പം അങ്ങോട്ടേക്ക് അഫറന്റും ഇങ്ങോട്ടേക്ക് ഇഫറന്റും. സിമ്പിൾ അല്ലേ? യെസ്. അപ്പം അഫറന്റും പറഞ്ഞു, ഇഫറന്റും പറഞ്ഞു. ഓക്കെ, അപ്പൊ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഒന്നും കൂടി ഒന്ന് ആലോചിച്ച് നോക്കിയേ. നെഫ്രോണിന്റെ സ്ട്രക്ചർ ആണ് നമ്മൾ പഠിക്കുന്നത് അല്ലെ, നെഫ്രോണിന്റെ സ്ട്രക്ചർ ആണ് നമ്മൾ പഠിക്കുന്നത്. നെഫ്രോണിന് ഡബിൾ ലെയേർഡ് ആയിട്ടുള്ള വോൾ ഉണ്ട്. അല്ലെ, ആ ഒരു കപ്പ് ലൈക്ക് സ്ട്രക്ചറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ബോമൻസ് ക്യാപ്സ്യൂൾ എന്ന് വിളിക്കുന്നത് അല്ലെ. ബോമൻസ് ക്യാപ്സ്യൂളിന്റെ ഉള്ളില് ടഫ് കാപ്പിലറീസ് ഉണ്ട്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗ്ലോമറുലസ് അല്ലെ. ഈ ഗ്ലോമറുലസ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് കിഡ്നിന്റെ ഉള്ളിലേക്ക് ഒരു ആർട്ടറി പോകുന്നുണ്ട്. അതിനെ നമ്മൾ എന്താ വിളിച്ച റീനൽ ആർട്ടറി എന്ന് വിളിക്കും. എന്നിട്ട് എല്ലാം കഴിഞ്ഞിട്ട് കിഡ്നിന്ന് പുറത്തേക്ക് ഒരു വെയിൻ പോകുന്നുണ്ട്, അതിനെ വിളിക്കുക റീനൽ വെയിൻ എന്നാണ്. ആൻഡ് റീനൽ ആർട്ടറി ബ്രാഞ്ച് ചെയ്തിട്ട് എഫറന്റ് വെസലായിട്ടാണ് ഗ്ലോമറുലസിലേക്ക് അങ്ങോട്ടേക്ക് പോകുന്നത്. ആൻഡ് ഇങ്ങോട്ടേക്ക് പുറത്തേക്ക് വരുന്നത് ബൈ ഇഫറന്റ് വെസൽ. അപ്പം അഫറന്റ് വെസലും പഠിച്ചു, ഇഫറന്റ് വെസലും പഠിച്ചു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇത്രയായിട്ട് പഠിച്ചത്. ഓക്കെ, അപ്പൊ ഈ ഒരു സെഷൻ നമ്മൾ കംപ്ലീറ്റ് പേരുകൾ പഠിച്ചു അല്ലെ. ബോമൻസ് ക്യാപ്സ്യൂൾ പഠിച്ചു, ഗ്ലോമർ. ഞാൻ ഓരോ വേർഡ് പറയുമ്പോഴും നിങ്ങൾക്ക് ആലോചിച്ചെടുക്കാൻ പറ്റുന്നുണ്ടോ നോക്കാം കേട്ടോ. പേരുകൾ നിങ്ങൾക്ക് എന്തായിരുന്നു ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കുക. ഓക്കെ, ബോമൻസ് ക്യാപ്സ്യൂൾ ഉണ്ട്, ഗ്ലോമറുലസ് ഉണ്ട്, റീനൽ ആർട്ടറി ഉണ്ട്, റീനൽ വെയിൻ ഉണ്ട്, അഫറന്റ് വെസൽ ഉണ്ട്, ഇഫറന്റ് വെസൽ ഉണ്ട്. ഓക്കെ, അപ്പം ഗ്ലോമറുലസ് നമ്മൾ പഠിച്ചു അല്ലെ, ഇത്രയും ഒരു പോർഷൻ അല്ലെ. ബോമൻസ് ക്യാപ്സ്യൂളും ഗ്ലോമറുലസും കഴിഞ്ഞു. ഇനി ഇവിടുന്ന് ഒരു ട്യൂബ് പോലത്തെ സ്ട്രക്ചർ ഉണ്ട് അല്ലെ. ഇവിടുന്ന് ഇങ്ങനെ ട്യൂബായിട്ട് ഇങ്ങനെ വന്നിട്ട് ട്യൂബ് ഇങ്ങനെ മഞ്ഞ കളറിലുള്ള ഈ സാധനമാണ്. ഈ ട്യൂബ് പോലെയാണ് നമ്മൾ ഇത് കാണിച്ചിട്ടുള്ളത് അല്ലെ. ആ ഒരു ട്യൂബ് പോലെ ഉള്ളത് കൊണ്ട് തന്നെ കിഡ്നീന്റെ ട്യൂബ് അല്ലേ, കിഡ്നീന്റെ ഉള്ളിലുള്ള ട്യൂബ് ആയതുകൊണ്ട് ഇതിനെ നമ്മൾ റീനൽ ട്യൂബ്യൂൾ എന്ന് വിളിക്കും. എന്താ വിളിക്കുക? റീനൽ ട്യൂബ്യൂൾ. റീനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിഡ്നിയാണ്. അപ്പൊ കിഡ്നീന്റെ ഉള്ളിലുള്ള ട്യൂബ്യൂളിനെ നമ്മൾ റീനൽ ട്യൂബ്യൂൾ എന്ന് വിളിക്കും, റീനൽ ട്യൂബ്യൂൾ. യെസ്. അപ്പം റീനൽ ട്യൂബ്യൂളിൽ നിന്നും എന്ത് ചെയ്യും? പുറത്തേക്ക് വരുന്ന ഒരു ഡക്റ്റ് ഉണ്ട്, ഒരു ഡക്റ്റ് കേട്ടോ. ആ ഡക്റ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്താ വിളിക്കുക? കളക്ടിങ് ഡക്റ്റ്. എന്താ പറഞ്ഞ? കളക്ടിങ് ഡക്റ്റ്. അപ്പം റീനൽ ട്യൂബ്യൂൾ, ഗ്ലോമറുലസ് കണ്ടു, ബോമൻസ് ക്യാപ്സ്യൂൾ കണ്ടു. അത് കഴിഞ്ഞിട്ട് നമുക്ക് റീനൽ ട്യൂബ്യൂൾ ഉണ്ട്. ലാസ്റ്റ് നമുക്ക് എന്തുണ്ട്? അത് ലാസ്റ്റ് കളക്ടിങ് ഡക്റ്റ്, എല്ലാം കളക്ട് ചെയ്യുന്ന അല്ലെ, യൂറിൻ ഒക്കെ ആയിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഫിൽട്രേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എല്ലാം വന്നിട്ട് കളക്ട് ചെയ്യുന്ന ഡക്റ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കളക്ടിങ് ഡക്റ്റ്. ക്ലിയർ ആണോ നിങ്ങൾക്ക് ഇത്? യെസ്. അപ്പൊ നമ്മള് നെഫ്രോണിന്റെ സ്ട്രക്ചർ പഠിക്കുകയാണ്. അതിനകത്ത് ഒരുപാട് പേരുകളും നമ്മൾ പഠിച്ചു. ഏതൊക്കെ പേരുകൾ പഠിച്ചു? ബോമൻസ് ക്യാപ്സ്യൂൾ പഠിച്ചു, ഗ്ലോമറുലസ് പഠിച്ചു, അഫറന്റ് വെസൽ പഠിച്ചു, ഇഫറന്റ് വെസൽ പഠിച്ചു, റീനൽ ആർട്ടറി പഠിച്ചു, റീനൽ വെയിൻ പഠിച്ചു. ലാസ്റ്റ് ഇവിടെ റീനൽ ട്യൂബ്യൂൾ പഠിച്ചു. കളക്ടിങ്, എല്ലാം കളക്ട് ചെയ്യുന്ന ഡക്റ്റിന് നമ്മൾ കളക്ടിങ് ഡക്റ്റ് എന്നും പഠിച്ചു. അപ്പൊ ഇത്രയാണ് നെഫ്രോണിന്റെ സ്ട്രക്ചർ വരുന്നത്. ഓക്കെ, അപ്പം ജസ്റ്റ് ഈ ഒരു സ്ട്രക്ചറും കൂടി നമുക്ക് നോക്കാം കേട്ടോ. ഇതിനകത്ത് ഇത് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള സെയിം തന്നെയാണ്. ഓക്കെ, നേരത്തെ നമ്മൾ ഞാനിവിടെ കാണിച്ചിട്ടുണ്ട് അല്ലെ. ഈ ബോമൻസ് ക്യാപ്സ്യൂളും ഗ്ലോമറുലസും ഞാൻ കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബോമൻസ് ക്യാപ്സ്യൂളും ഗ്ലോമറുലസും നിങ്ങൾക്ക്
കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഈ സെയിം സാധനത്തിനെ ഞാൻ ഒന്നും കൂടെ സൂം ചെയ്ത് നോക്കാം അല്ലെ, നമ്മൾ അങ്ങനെയല്ലേ, ഒന്നും കൂടെ സൂം ചെയ്ത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് എങ്ങനെയാണ് ഫിൽട്രേഷൻ നടക്കുന്നത് അല്ലെ. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇവിടെ ഗ്ലോമറുലാർ ബോമൻസ് ക്യാപ്സ്യൂൾ കാണാൻ പറ്റുന്നുണ്ട് അല്ലെ. ബോമൻസ് ക്യാപ്സ്യൂൾ ഇവിടുന്ന് ഇങ്ങനെ എന്താണ് 2 ലെയർ ഉള്ള ഒരു ബോമൻസ് ക്യാപ്സ്യൂൾ അല്ലെ, കപ്പ് പോലത്തെ ഒരു സ്ട്രക്ചർ ആണ് അല്ലെ ബോമൻസ് ക്യാപ്സ്യൂൾ. കാണുന്നില്ലേ കപ്പ് പോലത്തെ ഒരു സ്ട്രക്ചർ, ബോമൻസ് ക്യാപ്സ്യൂൾ അല്ലെ. ഇവിടെ എന്ത് നടക്കുന്നുണ്ട്, അഫറന്റ് ആർട്ടീരിയോൾ, നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും കുറച്ച് ഡയമീറ്റർ കൂടുതലുള്ള ഒരു ആർട്ടീരിയോൾ ആണ് ഇഫറന്റിനെ കമ്പയർ ചെയ്യുമ്പോൾ. അഫറന്റ് ആർട്ടീരിയോൾ അങ്ങോട്ടേക്ക് പോകുന്നത് എന്താണ്, അഫറന്റ് ആർട്ടീരിയോൾ അല്ലെ. ഗ്ലോമറുലസിന്റെ അങ്ങോട്ടേക്ക് പോകുന്നത് അഫറന്റ് ആർട്ടീരിയോൾ, പുറത്തേക്ക് പോകുന്നത് ഗ്ലോമറുലസിന്റെ അകത്തേക്ക് അങ്ങോട്ട് പോകുന്നത് അഫറന്റ് ആർട്ടീരിയോൾ ആൻഡ് പുറത്തേക്ക് പോകുന്നത് ഇഫറന്റ് ആർട്ടീരിയോൾ, അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലെ. യെസ്, എന്നിട്ട് എന്ത് ചെയ്യും, ഇതിലെ കൂടെ പോകുന്ന സമയത്ത് ഈ ബ്ലഡ് അങ്ങോട്ടേക്ക് വന്നിട്ട് ഇതിലെ കൂടെ പോകുന്ന സമയത്ത് ഇവിടെ എന്താ, ഇത് ഗ്ലോമറുലസ് അല്ലെ, ഇതിലെ കൂടെ പോകുന്ന സമയത്ത് ബ്ലഡ് ഇങ്ങനെ പോകുന്ന സമയത്ത് എന്ത് സംഭവിക്കും, ഇവിടെ വെച്ചിട്ട് ഫിൽട്രേഷൻ നടക്കും. എന്ത് നടക്കും, ഫിൽട്രേഷൻ. എന്നിട്ട് ഈ ബോമൻസ് ക്യാപ്സ്യൂളിന്റെ ഉള്ളിലേക്ക് എന്ത് വീഴും, ഈ ഫിൽട്ടർ ചെയ്ത സാധനങ്ങൾ മുഴുവൻ ഇങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് ഫിൽട്ടർ ചെയ്യുന്ന സാധനം മുഴുവൻ ഈ ബോമൻസ് ക്യാപ്സ്യൂളിലേക്ക് പോകും. ക്ലിയർ? ഒന്നുമില്ല, അഫറന്റ് ആർട്ടീരിയോൾ വഴി ബ്ലഡ് വരുന്നുണ്ട്. ഇവിടെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗ്ലോമറുലസ് എന്ന് അല്ലെ. ഈ ഒരു ഡബിൾ ലെയേർഡ് ആയിട്ടുള്ള ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബോമൻസ് ക്യാപ്സ്യൂൾ എന്ന്. എന്നിട്ട് ഡബിൾ വോൾഡ് ആയിട്ടുള്ള സ്ട്രക്ചർ ആണ് അല്ലെ, 2 വോൾ ഉണ്ട്. ആൻഡ് ഈ അഫറന്റ് ആർട്ടീരിയോളിൽ നിന്നും അല്ലെങ്കിൽ അഫറന്റ് വെസൽ വഴി വരുന്ന ബ്ലഡ് ആർട്ടീരിയോൾ എന്ന് പറയാം, അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ അഫറന്റ് ആർട്ടറി എന്നായിരിക്കും പഠിച്ചിട്ടുണ്ടാവുക. ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അഫറന്റ് വെസൽ എന്ന് പഠിച്ചാൽ മതി, എല്ലാം ശരിയാണ്. അപ്പം ഈ അഫറന്റ് വെസൽ വഴി വരുന്ന സാധനം ഇവിടെ എന്താ ചുരുങ്ങി മടങ്ങി കുറെ ഗ്ലോമറുലാർ ഒരു ടഫ് കാപ്പിലറീസ്, ഒരു കൂട്ടം കാപ്പിലറീസ് ഫോം ചെയ്യും അല്ലെ. കുറെ കാപ്പിലറീസ് ഇങ്ങനെ ഇവിടെ ഫോം ചെയ്യും. ഈ കാപ്പിലറീസ് വഴി ബ്ലഡ് പോകുന്ന സമയത്ത് ഇവിടെയാണ് ഫിൽട്രേഷൻ നടക്കുക കേട്ടോ. അപ്പൊ ബ്ലഡ് ആയിട്ടും കിട്ടണം, വേസ്റ്റിനെ നമുക്ക് ഫിൽട്ടർ ചെയ്ത് കളയുകയും വേണം. അതിന് വേണ്ടിയിട്ടാണല്ലോ ഫിൽട്രേഷൻ നടക്കുന്നത്. അപ്പം അഫറന്റ് ആർട്ടീരിയോൾ വഴി ഇവിടെ വന്നിട്ട് ഇതിന് ഫിൽട്രേഷൻ നടക്കും. ഫിൽട്രേഷൻ നടന്നിട്ട് എന്ത് ചെയ്യും, നമുക്ക് വേണ്ട വേസ്റ്റുകളൊക്കെ എന്ത് ചെയ്യും, ഇതിലേക്ക് കുറച്ച് അല്ലാത്ത പാർട്ടിക്കിൾ നമ്മൾ ഇതുവഴി നമുക്ക് ഫിൽട്രേഷന്റെ ഭാഗമായിട്ട് പോകുന്നുണ്ട്. പക്ഷെ നമുക്ക് ബോഡിക്ക് വേണ്ട സാധനങ്ങളൊക്കെ നമ്മൾ വീണ്ടും വേറൊരു സ്റ്റേജിൽ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ തിരിച്ചെടുക്കുന്നുണ്ട്. ആ സ്റ്റേജസ് നമുക്ക് നെക്സ്റ്റ് പഠിക്കാൻ വേണ്ടി പറ്റും കേട്ടോ. നമുക്കത് നെക്സ്റ്റ് ഒക്കെ പഠിക്കാം കേട്ടോ. അപ്പം ഇവിടെ നടന്നിട്ട് എന്താ, നിങ്ങൾ ഇത്ര ആലോചിക്കുക, ഇവിടെയാണ് ഫിൽട്രേഷൻ നടക്കുന്നത്. ഇതിൽ നിന്നും ഫിൽട്ടർ ചെയ്തിട്ടുള്ള കണ്ടന്റ്സ് നിങ്ങൾ കാണാനും പറ്റുന്നുണ്ട് അല്ലെ. കുറച്ച് മോളിക്യൂൾസ് ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു. ഫിൽട്രേഷൻ നടന്നു കഴിയുമ്പോൾ ഇവിടെ കണ്ട കുറെ പാർട്ടിക്കിൾസിനെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലെ. അത് ഫിൽട്ടർ ചെയ്തിട്ട് എടുക്കുന്ന സാധനമാണ്. അപ്പൊ ഫിൽട്ടർ ചെയ്തിട്ട് നമുക്ക് വേണ്ടാത്ത സാധനങ്ങളും കുറച്ച് വേണ്ട സാധനങ്ങളും ഉണ്ട്. ആ വേണ്ട സാധനത്തിന് നമ്മൾ വേറൊരു സ്റ്റേജിൽ എന്ത് ചെയ്യും, നമ്മൾ തിരിച്ചിങ്ങ് വിളിക്കും. ഓക്കെ, നമ്മൾ ഫിൽട്ടർ ചെയ്ത സാധനത്തെ മൊത്തത്തിലായിട്ട് അങ്ങ് കളയൂല. ഇവിടെ ഫിൽട്ടർ ചെയ്യുന്ന സാധനത്തിന് മൊത്തത്തിലായിട്ട് നമ്മൾ പുറത്തുനിന്ന് യൂറിൻ വഴി കളയൂല. നമുക്ക് വേണ്ട സാധനത്തിന് നമ്മൾ ട്യൂബ്യൂൾസിൽ നിന്ന് അല്ലെ, നിങ്ങൾ ട്യൂബ് പോലത്തെ ഇവിടുന്ന് നേരെ പോകുന്ന ഒരു ട്യൂബ് പോലത്തെ സ്ട്രക്ചർ ആണ് അല്ലെ, റീനൽ ട്യൂബ്യൂൾസ് അല്ലെ. റീനൽ ട്യൂബ്യൂൾസ് വന്നിട്ട് എന്ത് ചെയ്യുക ചെയ്യുന്നത്, റീനൽ ട്യൂബ് പോലെ വന്നിട്ട് എന്ത് ചെയ്യും, കളക്ടിങ് ഡക്ട് എന്ന് പറയുന്ന ഡക്ട് ഉണ്ട് അല്ലെ. ഓക്കെ, കളക്ടിങ് ഡക്ട് ഉണ്ട്. ആ കളക്ടിങ് ഡക്റ്റിലേക്ക് എന്ത് ചെയ്യുക, ഗ്ലോമറുലാർ ഫിൽട്രേറ്റ്, ഈ ഫിൽട്രേറ്റിന് എന്ത് ചെയ്യുക, കളക്ടിങ് ഡക്റ്റിൽ കളക്ട് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പം ഇവിടുന്ന് ഫിൽട്രേഷൻ നടക്കുന്നുണ്ട്. ആ ഫിൽട്രേറ്റിനെയാണ് നിങ്ങൾക്ക് ഈ ബോമൻസ് ക്യാപ്സ്യൂളിൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. എന്നിട്ട് ബാക്കി ബ്ലഡ് എന്താ ചെയ്യുന്നത്, ബാക്കിയുള്ള സാധനങ്ങളും ബാക്കി ഫിൽട്ടർ ആയി പോവാത്ത സാധനങ്ങളൊക്കെ ഉണ്ട് അല്ലെ. എല്ലാം ഫിൽട്ടർ ചെയ്യൊന്നുമില്ല. അപ്പം ഫിൽട്ടർ ആയി പോവാത്ത സാധനങ്ങളും ബാക്കിയുള്ള ബ്ലഡ് ഒക്കെ എന്ത് ചെയ്യും, അതർ സൊല്യൂട്ട്സും കാര്യങ്ങളൊക്കെ ഇഫറന്റ് ആർട്ടീരിയോൾ അല്ലെങ്കിൽ ഇഫറന്റ് വെസൽ എന്ന് പറയാം അല്ലെ. അപ്പം ഇഫറന്റ് വെസൽ വഴി എന്ത് ചെയ്യാണ്, പുറത്തേക്ക് പോവാണ്. അപ്പം ഈ ഒരു പോർഷനിലാണ്, കിഡ്നിയുടെ നെഫ്രോണിന്റെ ഈ ഒരു പോർഷനിലാണ് എന്ത് നടക്കുന്നത്, ഫിൽട്രേഷൻ അല്ലെങ്കിൽ അൾട്രാ ഫിൽട്രേഷൻ നടക്കുന്നത് അല്ലെ. കിഡ്നിയിൽ അൾട്രാ ഫിൽട്രേഷൻ നടത്താൻ വേണ്ടിയിട്ടായിരുന്നു നെഫ്രോൺസ് ഉള്ളത്. നെഫ്രോൺസിൽ ഈ ഒരു പോർഷനിലാണ് അൾട്രാ ഫിൽട്രേഷൻ നടക്കുന്നത്. ഇതിലെ കൂടെ ബ്ലഡ് അഫറന്റ് ആർട്ടീരിയോൾ വഴി ഗ്ലോമറുലസിലേക്ക് ബ്ലഡ് എൻ്റർ ചെയ്യുന്നുണ്ട്. ഇവിടുന്ന് ഫിൽട്രേഷൻ നടക്കും. എന്നിട്ട് ഫിൽട്ടർ ചെയ്തിട്ട് കുറെ കണ്ടന്റ്സ് എന്ത് ചെയ്യും, ബോമൻസ് ക്യാപ്സ്യൂൾ വഴി ട്യൂബ്യൂളിലേക്ക് അങ്ങ് പോവും.
ആൻഡ് ബാക്കിയുള്ള കണ്ടന്റ്സ് ഒക്കെ എന്ത് ചെയ്യും? ഇഫറന്റ് ആർട്ടീരിയോൾ വഴി പുറത്തേക്ക് പോകും. എന്നിട്ട് ഏത് വഴി പുറത്തേക്ക് എക്സിറ്റ് അടിക്കാം? റീനൽ വെയിൻ വഴി എക്സിറ്റ് അടിക്കും. ഇത്രയാണ് സംഭവം. ക്ലിയർ അല്ലേ? ഈസി അല്ലേ ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട്? അഫറന്റ് ആർട്ടറി ഉണ്ട്, ഗ്ലോമറുലസ് ഉണ്ട് അല്ലെ. ഗ്ലോമറുലസ് നേരെ എങ്ങോട്ടേക്കാ പോവുക? ഇഫറന്റ് ആർട്ടറി വഴി ബാക്കിയുള്ള കണ്ടൻസ് പോവും. ഗ്ലോമറുലസ് ഉള്ള സാധനം നമ്മൾ എന്ത് ചെയ്യും? ഫിൽട്ടർ ചെയ്തിട്ട് എന്ത് ചെയ്യും? നമുക്ക് വേണ്ട സാധനത്തിന് എന്ത് ചെയ്യും? എടുക്കുകയും ചെയ്യും. വേണ്ടാത്ത സാധനത്തിന് നമ്മൾ യൂറിൻ വഴി കളയുകയും ചെയ്യും. ക്ലിയർ അല്ലേ? അപ്പം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞിട്ടുള്ള കിഡ്നീന്റെ സ്ട്രക്ചർ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞിട്ടുള്ള നെഫ്രോണിന്റെ പാർട്സ് മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, നമുക്ക് നെക്സ്റ്റ് ഒരു ബോക്സ് ഫില്ല് ചെയ്യാനുണ്ട്. നിങ്ങൾക്ക് ഇതിന്റെ ആൻസർ പറയാൻ പറ്റുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്ക്. ഓക്കെ, പറ്റണം നിങ്ങൾക്ക്. ഇത്രയും പോർഷൻ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണം ഇങ്ങനെയാണ് ഇതിന്റെ ആൻസർ വരിക എന്ന്. ഓക്കെ, okay, so blood vessels which carries blood to the kidneys. കിഡ്നിയിലേക്ക് ബ്ലഡ് കൊണ്ടുവരുന്ന blood vessels which carries blood to the kidney. ഏതായിരുന്നു blood vessel? Yes, renal artery അല്ലേ. അപ്പൊ നമ്മൾ ഇവിടെ renal artery എന്ന് എഴുതണം. renal artery. Next, blood vessel which carries blood away from the kidneys. കിഡ്നിയിൽ നിന്നും ബ്ലഡ് പുറത്തേക്ക് കൊണ്ടുപോകുന്ന ബ്ലഡ് വെസൽസ് ഏതായിരുന്നു? ബ്ലഡ് വെസൽ? യെസ്, റീനൽ വെയിൻ അല്ലെ. അപ്പം റീനൽ ആർട്ടറി ഉള്ളിലേക്ക് അകത്തേക്ക് കൊണ്ടുപോകുന്നതും റീനൽ വെയിൻ എന്ന് പറയുന്നത് പുറത്തേക്ക് കൊണ്ടുവരുന്നതും. യെസ്, ക്ലിയർ. നെക്സ്റ്റ്, അൾട്രാ ഫിൽട്ടേഴ്സ് പ്രസന്റ് ഇൻ ദ കിഡ്നീസ്. കിഡ്നിയിലുള്ള അൾട്രാ ഫിൽട്ടേഴ്സ് ഏതായിരുന്നു? കിഡ്നിയിലെ അൾട്രാ ഫിൽട്ടേഴ്സ് എന്ന് പറയുന്നത് യെസ്, നെഫ്രോൺസ് അല്ലെ. അൾട്രാ ഫിൽട്ടേഴ്സ് പ്രസന്റ് ഇൻ ദ കിഡ്നീസ് ഏതാ? നെഫ്രോൺസ്. നെക്സ്റ്റ്, ദ ഡബിൾ വാൾഡ് കപ്പ് ഷേപ്ഡ് സ്ട്രക്ചർ പ്രസന്റ് അറ്റ് വൺ എൻഡ് ഓഫ് ദി നെഫ്രോൺ. നെഫ്രോണിന്റെ ഒരറ്റത്ത് ഒരു കപ്പ് പോലെയുള്ള ഡബിൾ വാൾഡ്, 2 വാളുകളുള്ള കപ്പ് പോലത്തെ ഒരു സ്ട്രക്ചർ ഉണ്ടായിരുന്നു. ആ സ്ട്രക്ചറിന്റെ പേരെന്തായിരുന്നു? യെസ്, ബോമാൻസ് ക്യാപ്സ്യൂൾ അല്ലെ. കപ്പ് പോലെയുള്ള സ്ട്രക്ചറിനെ നമ്മൾ എന്താ പറഞ്ഞത്? ക്യാപ്സ്യൂൾ എന്ന് ആലോചിച്ചാൽ മതി എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ബോമാൻസ് ക്യാപ്സ്യൂൾ കപ്പ് ലൈക്ക് സ്ട്രക്ചർ ആണ് ബോമാൻസ് ക്യാപ്സ്യൂൾ അല്ലേ. ക്ലിയർ അല്ലേ? നെക്സ്റ്റ്, നെറ്റ്വർക്ക് ഓഫ് മൈന്യൂട്ട് കാപ്പിലറീസ് പ്രസന്റ് ഇൻ ദി ബോമാൻസ് ക്യാപ്സ്യൂൾ. ബോമാൻസ് ക്യാപ്സ്യൂളിലുള്ള നെറ്റ്വർക്ക് ഓഫ് മൈന്യൂട്ട് കാപ്പിലറീസ് എന്തായിരുന്നു നമ്മൾ വിളിച്ച പേര്? ഗ്ലോമറുലസ് അല്ലേ. അപ്പം നെറ്റ്വർക്ക് ഓഫ് മൈന്യൂട്ട് കാപ്പിലറീസ് പ്രസന്റ് ഇൻ ബോമാൻസ് ക്യാപ്സ്യൂൾ എന്താണ്? ഗ്ലോമറുലസ്. നെക്സ്റ്റ്, ബ്ലഡ് വെസൽസ് വിച്ച് ക്യാരീസ് ബ്ലഡ് ടു ദി കാപ്പിലറി നെറ്റ്വർക്ക്. കാപ്പിലറി നെറ്റ്വർക്കിലേക്ക് ബ്ലഡ് ക്യാരി ചെയ്യുന്ന വെസൽ ഏതായിരുന്നു? ബ്ലഡ് വെസൽസ് വിച്ച് ക്യാരീസ് ബ്ലഡ് ടു ദി കാപ്പിലറി നെറ്റ്വർക്ക്. കാപ്പിലറി നെറ്റ്വർക്കിന്റെ അങ്ങോട്ടേക്ക് അല്ലെ, അങ്ങോട്ടേക്ക് ബ്ലഡ് കൊണ്ടുപോകുന്ന വെസൽ ഏതായിരുന്നു? അഫറന്റ് വെസലാണ് അല്ലെ. അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നത് അഫറന്റ് വെസൽ ആയിരുന്നു. യെസ്. നെക്സ്റ്റ്, ബ്ലഡ് വെസൽസ് വിച്ച് ക്യാരീസ് ബ്ലഡ് എവേ ഫ്രം ദി കാപ്പിലറി നെറ്റ്വർക്ക്. കാപ്പിലറി നെറ്റ്വർക്കിൽ നിന്നും പുറത്തേക്ക് ബ്ലഡിനെ കൊണ്ടുപോകുന്ന ബ്ലഡ് വെസൽ ഏതായിരുന്നു? പുറത്തേക്ക് കൊണ്ടുപോകുന്ന, ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നത് ഇഫറന്റ് വെസൽ അല്ലെ. ഇഫറന്റ് ആർട്ടറി എന്ന് പറയാം, ഇഫറന്റ് ആർട്ടീരിയോൾ എന്ന് പറയാം, ഇഫറന്റ് വെസൽ എന്നൊക്കെ പറയാം കേട്ടോ. ആൻഡ് ദ ലോങ് ട്യൂബ്യൂൾ വിച്ച് കണക്ട്സ് ദി ബോമൻസ് ക്യാപ്സ്യൂൾ ആൻഡ് ദി കളക്ടിംഗ് ഡക്ട്. ലോങ് ട്യൂബ്യൂൾ വിച്ച് കണക്ട് ദി ബോമൻസ് ക്യാപ്സ്യൂൾ ആൻഡ് ദി കളക്ടിംഗ് ഡക്ട്. നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഇതാണ് നമ്മുടെ ബോമൻസ് ക്യാപ്സ്യൂൾ അല്ലെ. ബോമൻസ് ക്യാപ്സ്യൂൾ കപ്പ് പോലെയുള്ള സ്ട്രക്ചർ ആണ്. ഇവിടുന്ന് ഒരു ട്യൂബ് ഇങ്ങനെ വരുന്നുണ്ട് അല്ലെ. ലോങ് ട്യൂബ്യൂൾ വന്നിട്ട് എന്ത് ചെയ്യാണ്? ഇങ്ങനെ ഒരു ട്യൂബ് ഇങ്ങനെ വരുന്നുണ്ട്. ഇതാണ് കളക്ടിംഗ് ഡക്ട് എന്ന് പറയുന്നത്. എല്ലാം കളക്ട് ചെയ്യുന്ന ഒരു ഡക്ട്, കളക്ടിംഗ് ഡക്ട്.
ഈ ഒരു ട്യൂബ് പോലത്തെ സ്ട്രക്ചർ എന്താണെന്നാ ചോദിച്ചത്. ലോങ് ട്യൂബ്യൂൾ വിച്ച് കണക്ട്സ് ദി ബോമൻസ് ക്യാപ്സ്യൂൾ ആൻഡ് ദി കളക്ടിങ് ഡക്ട്. ഏതാണ്? ട്യൂബ്യൂളാന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അല്ലേ, ട്യൂബ്യൂളാണ്. കിഡ്നീൻ്റെ ആയതുകൊണ്ട് നമ്മൾ ആ ട്യൂബ്യൂൾ എന്താ വിളിക്കുക? റീനൽ ട്യൂബ്യൂൾ അല്ലേ. അപ്പം ലോങ് ട്യൂബ്യൂൾ വിച്ച് കണക്ട്സ് ദി ബോമൻസ് ക്യാപ്സ്യൂൾ ആൻഡ് ദി കളക്ടിങ് ഡക്ട് എന്ന് പറയുന്നത് എന്താണ്? റീനൽ ട്യൂബ്യൂൾ അല്ലെ. നിങ്ങൾക്ക് ഓർമ്മിച്ചെടുക്കാൻ പറ്റുന്നുണ്ടോ പേരുകളൊക്കെ? ആൻഡ് ദ പാർട്ട് വേർ റീനൽ ട്യൂബ്യൂൾ എൻറ്റർ കളക്ട്സ് യൂറിൻ ആൻഡ് ക്യാരീസ് ഇറ്റ് ടു ദി പെൽവിസ്. എന്താ പറഞ്ഞിട്ടുള്ളത്? റീനൽ ട്യൂബ്യൂള് റീനൽ ട്യൂബ്യൂൾ ഇതല്ലേ, ഈ റീനൽ ട്യൂബ്യൂൾ എൻറ്റർ ചെയ്തിട്ട് കളക്ട്സ് യൂറിൻ ആൻഡ് ക്യാരീസ് ഇറ്റ് ടു ദി പെൽവിസ്. പെൽവിസിലേക്ക് കൊടുക്കുന്ന പോർഷൻ എന്തായിരുന്നു നമ്മൾ പറഞ്ഞ പേര്? യെസ്, കളക്ടിങ് ഡക്ട് അല്ലെ. കളക്ട് ചെയ്യുന്ന ഡക്റ്റിനെയാണ് എന്ത് പറയാ? യൂറിൻ കളക്ട് ചെയ്യുന്ന ഡക്റ്റിനെ നമ്മൾ വിളിക്കണ പേരെന്താ? കളക്ടിങ് ഡക്ട്. ക്ലിയർ അല്ലേ? കളക്ടിങ് ഡക്ട്. നെക്സ്റ്റ്, ദ ഇനീഷ്യൽ പാർട്ട് ഓഫ് യൂറീറ്റർ. യൂറീറ്റർ തുടങ്ങുന്ന അല്ലെങ്കിൽ യൂറീറ്റർ തുടങ്ങുന്ന പോർഷൻ നമ്മൾ വിളിക്കണ പേരെന്താ? പെൽവിസ് അല്ലെ. പെൽവിസ്. പെൽവിസ് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? പെൽവിസ് എവിടെ ഇരിക്കുന്നതെന്ന്? യെസ്, യൂറീറ്റർ ഇവിടുന്നല്ലേ യൂറീറ്റർ ഇങ്ങനെ താഴേക്ക് യൂറീറ്റർ വരുന്നുണ്ട് അല്ലെ. ഈ ഒരു പോർഷനാണ് നമ്മൾ എന്ത് പറയുന്നത്? പെൽവിസ് എന്ന് പറയുന്നത് അല്ലെ. അപ്പം ഇനീഷ്യൽ പാർട്ട് ഓഫ് യൂറീറ്റർ, യൂറീറ്റർ തുടങ്ങുന്ന ഇനീഷ്യൽ പാർട്ട് എന്ന് പറയുന്നത് ഏതാണ്? പെൽവിസ് ആണ് അല്ലെ. ക്ലിയർ. സോ ഇനീഷ്യൽ പാർട്ട് ഓഫ് യൂറീറ്റർ എന്ന് പറയുന്നത് പെൽവിസ് ആണ്. നെക്സ്റ്റ്, പാർട്ട് ദാറ്റ് ക്യാരി യൂറിൻ ടു യൂറിനറി ബ്ലാഡർ. യൂറിനറി ബ്ലാഡറിലേക്ക് ക്യാരി ചെയ്യുന്ന പാർട്ട് ഏതാണ്? ആ പാർട്ട് യൂറീറ്റർ അല്ലെ. യൂറീറ്റർ ആണോ യുറീത്രയാണോ? യുറീറ്റർ ആണ് അല്ലെ. യുറീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാലാണ് ഉള്ളിലുള്ള പോർഷൻ. യുറീത്ര എന്ന് പറയുന്ന ഔട്ട്സൈഡ് യൂറിൻ കളയാനുള്ള പോർഷൻ ആണ്. ക്ലിയർ ആണോ ഇത്രയും പോർഷൻ? അപ്പം ബ്ലഡ് വെസൽസ് വിച്ച് ക്യാരീസ്, അപ്പം ഇത്രയും കാര്യങ്ങൾ ഞാൻ ഒന്നും കൂടെ പറഞ്ഞുതരാം. നമ്മളിപ്പോൾ പഠിച്ച സ്ട്രക്ചേഴ്സ് ആണ്, കിഡ്നീൻ്റെ ഷേപ്പ് വെച്ചിട്ട് നമ്മൾ പഠിച്ച സ്ട്രക്ചേഴ്സ് ആണ്. അത് നിങ്ങൾക്ക് ഈസിലി ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബോക്സ് തന്നിട്ടുള്ളത്. കിഡ്നീൻ്റെ ഉള്ളിലേക്ക് ബ്ലഡ് കൊണ്ടുപോകുന്ന ആ ഒരു വെസലിനെ വിളിക്കണ പേര് റീനൽ ആർട്ടറി എന്നാണ്. കിഡ്നീൻ്റെ പുറത്തേക്ക് കൊണ്ടുപോകുന്ന വെസലിനെ വിളിക്കണ പേര് റീനൽ വെയിൻ എന്നാണ്. അൾട്രാ ഫിൽറ്റേഴ്സ്, കിഡ്നീൻ്റെ ഉള്ളിലുള്ള അൾട്രാ ഫിൽറ്റേഴ്സിനെ നമ്മൾ വിളിക്കണ പേര് നെഫ്രോൺസ് എന്നാണ്. കിഡ്നിയിൽ ഒരു ഡബിൾ വോൾഡ് കപ്പ് ലൈക്ക് സ്ട്രക്ചർ ഉണ്ട് അല്ലെ. ആ സ്ട്രക്ചറിനെ വിളിക്കുന്ന പേര് ബോമൻസ് ക്യാപ്സ്യൂൾ എന്നാണ്. നെറ്റ്വർക്ക് ഓഫ് മൈന്യൂട്ട് കാപ്പിലറീസ് പ്രസന്റ് ഇൻ ദി ബോമൻസ് ക്യാപ്സ്യൂൾ. ബോമൻസ് ക്യാപ്സ്യൂളിലുള്ള നെറ്റ്വർക്ക് ഓഫ് മൈന്യൂട്ട് കാപ്പിലറീസ് അല്ലെ. ഈ ഒരു നെറ്റ്വർക്ക് ഓഫ് മൈന്യൂട്ട് കാപ്പിലറീസിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ഗ്ലോമറുലസ് അല്ലെ. എന്താ വിളിക്കുക? ഗ്ലോമറുലസ് എന്ന് വിളിക്കും. ആൻഡ് ബ്ലഡ് വെസൽ വിച്ച് ക്യാരീസ് ബ്ലഡ് ടു ദി കാപ്പിലറി നെറ്റ്വർക്ക്. കാപ്പിലറി നെറ്റ്വർക്കിന്റെ അങ്ങോട്ടേക്ക് നമ്മൾ ബ്ലഡ് കൊടുക്കുന്ന അതിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താ? അങ്ങോട്ടേക്ക് ബ്ലഡ് കൊടുക്കുന്നതിന് എന്താ വിളിക്കുക? അഫറന്റ് ആർട്ടീരിയോൾ അല്ലെങ്കിൽ അഫറന്റ് വെസൽ എന്ന് വിളിക്കും അല്ലെ. ആൻഡ് പുറത്തേക്ക് ഇങ്ങോട്ടേക്ക് പോകുന്നത് ഇഫറന്റ് വെസൽ എന്ന് പറയും. ലോങ് ട്യൂബ്യൂൾ വിച്ച് കണക്ട്സ് ദി ബോമൻസ് ക്യാപ്സ്യൂൾ ആൻഡ് ദി കളക്ടിങ് ഡക്ട്. ആ ഒരു ട്യൂബിനെ പറയുന്ന പേര് റീനൽ ട്യൂബ്യൂൾ എന്നാണ്. And the part where renal tubule enter collects urine and carries it to the pelvis. അതിനെ നമ്മൾ collecting duct എന്ന് വിളിക്കും. And the initial part of ureter എന്ന് പറയുന്നത് pelvis ആണ്. And the part that carry urine to the urinary bladder അതിനെ നമ്മൾ ureter എന്നാണ് വിളിക്കുന്നത്. യുറേത്ര അല്ല കേട്ടോ, നിങ്ങളത് തെറ്റിക്കാൻ പാടേയില്ല. ഓക്കെ, അപ്പൊ ഇത്രയും സ്ട്രക്ചേഴ്സ് ആണ് നമ്മൾ കിഡ്നി അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കിഡ്നിയുടെ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ്സ് ആയിട്ടുള്ള നെഫ്രോൺ ഇതിനെ പറ്റിയൊക്കെ പഠിച്ചിട്ടുള്ളത്. യെസ്, അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പൊ കിഡ്നി പഠിച്ചു, കിഡ്നിയിലെ നെഫ്രോൺസ് പഠിച്ചു അല്ലെ, സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ്സ് പഠിച്ചു, ഇത്രയും കാര്യങ്ങൾ പഠിച്ചു. ഇനി നമ്മൾക്ക് നോക്കാനുള്ളത് യൂറിൻ. അപ്പൊ കിഡ്നിയിലാണ് ഫിൽട്രേഷൻ നടക്കുന്നത്. ഫിൽട്രേഷൻ നടന്നു കഴിഞ്ഞിട്ടാണ് യൂറിൻ ഫോം ചെയ്യുന്നതെന്ന് നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് നോക്കാനുള്ളത് യൂറിൻ എങ്ങനെയാണ് ഫോം ചെയ്യുന്നതെന്ന്. അപ്പം യൂറിൻ ഫോം ചെയ്യുന്നത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാനുണ്ട്. എന്താണ്, അല്ലെങ്കിൽ നമ്മൾ ഈ ഫിൽട്ടർ ചെയ്ത കാര്യങ്ങൾ മൊത്തത്തിലായിട്ട് യൂറിൻ വഴി പുറത്തേക്ക് കളയുന്നുണ്ടോ, അല്ലെങ്കിൽ നമുക്ക് വേണ്ട സാധനങ്ങൾ നമ്മൾ വീണ്ടും എടുക്കുന്നുണ്ടോ എന്നൊക്കെ ഞാൻ പറഞ്ഞു അല്ലേ. അപ്പം ആ ഒരു മെക്കാനിസം ആണ് നമുക്ക്
പഠിക്കാനുള്ളത്. പിന്നെ നമുക്ക് ഈ ചാപ്റ്ററിൽ എങ്ങനെയാണ് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ നടക്കുന്നത്, അല്ലെങ്കിൽ ഡയാലിസിസ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. അപ്പം അത്തരം കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അത് നമുക്ക് വേറൊരു സെഷനിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.